എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. അലീന, അദീന, കാൽവിൻ, സോജു, ഭീമ, നസ്ര, അൻമരിയ, ഫാത്തിമത്ത്. Good morning. Good morning, teacher. Good morning, teacher. Silent prayer. Yes, close your lips. Anisa. Teacher. What is hybridization? The concept of mixing of atomic orbital in the comparable energies to form equal number of orbitals. Identical orbitals are called hybrid orbital and the phenomenon is hybridization. Okay. Muhammad Mustafa. What is the hybridization of carbon in CH4? Hybridization of carbon in CH4. CH4 ൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp hybridization. sp ആണോ? CH4. sp2 hybridization. sp2 ആണോ? നീ ആ കാരണം കൂടെ അല്ലേ നമ്മൾ പഠിച്ചുള്ളൂ അല്ലേ? പഠിച്ചിട്ടില്ലല്ലോ ശരിക്കും? പഠിച്ചില്ലേ? ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ പെട്ടെന്ന് കിട്ടില്ല. ആ എന്നാ പറഞ്ഞേ, ഒന്നുകൂടെ പറ. CH4 എന്താണ്? sp3 ഹൈബ്രിഡൈസേഷൻ ബാക്കിയുള്ള ബാക്കി രണ്ടും ആദ്യം പറഞ്ഞില്ലേ? ബാക്കി രണ്ട് ആദ്യം പറഞ്ഞില്ല, അതുകൊണ്ട് sp3 എന്നാണോ? ആ ഓക്കെ. അലീന, BeCl2 ൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? BeCl2. sp hybridization. BeCl2 ൽ sp hybridization. Okay. Then Adina. Teacher. BeCl3 ൽ ഏതാണ് ഹൈബ്രിഡൈസേഷൻ? BeCl3. sp3 അല്ലേ? sp3 ആണോ? BeCl3 എത്ര ബോണ്ട് ഉണ്ടെന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പൊ എത്ര പേര് ബോണ്ടിങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും നമുക്ക് അറിയാൻ പറ്റും. BeCl3 എന്ന് പറഞ്ഞാൽ എത്ര ബോണ്ട് ഉണ്ട് അദീന? എത്ര ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് BeCl3 ല്? രണ്ടല്ലേ? ആരൊക്കെ തമ്മില്? ക്ലോറിനും ബോറോണും. രണ്ടെണ്ണുള്ളൂ. BeCl3 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ എത്ര ക്ലോറിൻ ഉണ്ട് അതിന്റെ അകത്ത്? മൂന്നെണ്ണം. അപ്പൊ എത്ര ബോണ്ട് ഉണ്ട്? 3 ബോണ്ട്. 3 ബോണ്ട് ആണെങ്കിൽ എന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ? sp3 ആണോ? അപ്പൊ 3 p ഓർബിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഒരു s ഓർബിറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. sp2. ഒരു എസും 2 പിയും കൂടെ ചേർന്നിട്ടാണ് 3 എണ്ണം ഉണ്ടാകുള്ളൂ എന്തായാലും. അപ്പൊ 3 ബോണ്ട്. യെസ്. നസ്രിൻ. sp ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ എത്ര പെർസെന്റേജ് s ക്യാരക്ടർ, എത്ര പെർസെന്റേജ് p ക്യാരക്ടർ? 50% S character, 50% P character. Yes, 50% S, 50% P. കാൽവിൻ, sp2 ൽ എസിന്റെയും പിയുടെയും പെർസെന്റേജ് പറഞ്ഞ് എത്ര ക്യാരക്ടർ വെച്ചാൽ എത്ര പെർസെന്റേജ് ആണ് ക്യാരക്ടർ കാണിക്കുന്നത്? sp2. കാൽവിൻ. അബിയ. ടീച്ചർ. അറിയ അബിയ. sp2 hybridization
ഹൈബ്രിഡൈസേഷനിൽ എസിന്റെയും പിയുടെയും ക്യാരക്ടർ എത്ര പെർസെന്റേജ് വെച്ചിട്ടാണ് sp2? 25%. എന്താ പറഞ്ഞേ? 25%. 25 ആണോ? sp2 ഒരെണ്ണം പി രണ്ടെണ്ണം. എസ് ഒരെണ്ണം 2 പി ഉണ്ട്. അത് എത്ര പെർസെന്റേജ് വെച്ചിട്ടായിരിക്കും? 25 കൂടെ കൂട്ടുമ്പോ 50 ആവും. 75 25 75 ആണോ? നമ്മൾ ഈക്വൽ എമൗണ്ട് ഓഫ് എനർജി എന്നല്ലേ പറയുന്നേ ഓരോ ഓർബിറ്റലിനും. കാൽവിൻ, ടീച്ചർ ആ 33.3%. ആ പിയോ 66 ആണോ? 66.6%. അത് ഇത്ര ഓർത്താൽ മതി. നിങ്ങള് എത്ര ഓർബിറ്റൽ ഉണ്ടോ അതിനെ നമ്മൾ ആ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 100നെ എത്രയാണോ നമ്പർ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എസ് പി എന്ന് പറയുമ്പോൾ ഒരു എസ് 2 പി. അപ്പൊ 100നെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 50 കിട്ടും. 50-50. ഇനി sp2 എന്ന് പറഞ്ഞാൽ അവിടെ 3 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 100നെ ഡിവൈഡ് ചെയ്യുക. 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 33.3 ആണ്. ഓരോരുത്തർക്കും 33.3 കൊടുക്കുക. ഒരു എസ് ഉണ്ടെങ്കിൽ എസിന് 33.3. 2 പി ഉണ്ട്. ഓരോ പിക്കും 33.3 വെച്ച് കൊടുക്കുക. പി 2 എണ്ണം ഉള്ളത് കൊണ്ട് അത് ആഡ് ചെയ്തെടുക്കുക. ദെൻ സോജു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ sp3യുടെ പറഞ്ഞു. S 25%, P 75%. എസ് 25, പി 75. കാരണം sp3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4 എണ്ണം ഉണ്ട്. അപ്പൊ 100/4 ചെയ്താൽ 25 ഈച്ച്. അപ്പൊ എസിന് 25. അപ്പൊ റിമൈനിങ് പി ആണെങ്കിൽ എന്തായാലും ഷുവർ എന്തായിരിക്കും? 75%. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വേഗം ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് എടുത്തേ. ലെക്ചർ നോട്ട് എടുത്തേ. യെസ്, നമ്മളെ sp ഹൈബ്രിഡൈസേഷൻ ലീനിയർ ജോമെട്രി 180 ഡിഗ്രി ആണ്. sp2 ആണെങ്കിൽ ട്രൈഗണൽ ആണ് ജോമെട്രി 120 ഡിഗ്രി. sp3 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ആണ് 109.5 പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വാട്ടറിന്റെ ഹൈബ്രിഡൈസേഷൻ ഡിസ്കസ് ചെയ്തതാണ്. NH3യുടെ ഹൈബ്രിഡൈസേഷൻ ഡിസ്കസ് ചെയ്തതാണ്. യെസ്, വാട്ടറിന്റെയും അമോണിയയുടെയും ഹൈബ്രിഡൈസേഷൻ ഏതാ സോജു? സോജു അല്ല നസ്ര. വാട്ടർ മോളിക്യൂളിന്റെയും അമോണിയ മോളിക്യൂളിന്റെയും ഹൈബ്രിഡൈസേഷൻ നസ്ര. അമോണിയയുടെ sp3. വാട്ടറിന്റെയോ? വാട്ടറിന്റെ sp2. sp2 ആണോ? അലീഫ? അലീഫ വാട്ടറിന്റെയും അമോണിയയുടെയും രണ്ടിന്റെയും sp3 തന്നെയാണ്. ഇഷാര രണ്ടുപേരെ ഷേപ്പ് എന്ന് പറഞ്ഞു. ഇഷാര, വാട്ടറിന്റെ ഷേപ്പ് എന്താ? ട്രൈഗണൽ പിരമിഡൽ ആണ്. വാട്ടറിന്റെ വേഗം പറയൂ. ടെട്രാഹെഡ്രൽ ആണോ? അത് sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി ടെട്രാഹെഡ്രൽ ആണ്. പക്ഷെ ബോണ്ട് ആംഗിൾ വരുമ്പോൾ അവിടെ റിപ്പൽഷൻ വരും, സ്ട്രക്ചറിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്തായിരിക്കും ഷേപ്പ്? ടെട്രാഹെഡ്രൽ അല്ലല്ലോ അപ്പൊ വരുന്നത്. അനിറ്റ? ബെൻഡ്. വാട്ടറിന്റെ ബെൻഡ്. അമോണിയയുടെയോ? ട്രയാങ്കിൾ പിരമിഡിക്കൽ. ട്രയാഗണൽ ബൈ പിരമിഡൽ. സോറി, ട്രൈഗണൽ പിരമിഡൽ. സിംപ്ലി പിരമിഡൽ എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ നോർമലി വാട്ടർ ആണെങ്കിലും അമോണിയ ആണെങ്കിലും ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. അമോണിയ വാട്ടറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾ ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പാർട്ടാണ് അമോണിയ വാട്ടർ. കാരണം എക്സെപ്ഷണൽ കേസ് ഉള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. വാട്ടർ ആണെങ്കിലും അമോണിയ ആണെങ്കിലും ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബോണ്ട് ആംഗിൾ ടെട്രാഹെഡ്രൽ ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 109.5 ഡിഗ്രി ആണ്. പക്ഷേ വാട്ടറിലും അമോണിയയിലും, അമോണിയ ആണെങ്കിൽ അതിന്റെ അകത്ത് ഒരു ലോൺ പെയർ ഉണ്ട്,
വാട്ടറിന്റെ അകത്ത് 2 ലോൺ പെയർ ഉണ്ട്. അപ്പൊ ലോൺ പെയറും തമ്മിൽ ഷുവർ ആയിട്ടും റിപ്പൽ ചെയ്യും. അക്കോർഡിംഗ് ടു VSEPR തിയറി റിപ്പൽ ചെയ്താൽ അതിന്റെ ബോണ്ട് ആംഗിളിലും വ്യത്യാസം വരും, സ്ട്രക്ചറിലും വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസം വന്നിരിക്കുന്നതാണ് ഹൈബ്രിഡൈസേഷൻ. എന്തായാലും sp3 തന്നെ, അതിന് ഒരിക്കലും വ്യത്യാസം ഉണ്ടാകത്തില്ല. പക്ഷേ അമോണിയയുടെ ഷേപ്പ് ടെട്രാഹെഡ്രലിൽ നിന്നും പിരമിഡലായിട്ട് ചേഞ്ച് ചെയ്യുന്നു. അതേപോലെ തന്നെ ബോണ്ട് ആംഗിൾ എത്രയായിട്ടാണ് കുറഞ്ഞു പോകുന്നത്? 107 ഡിഗ്രി ആയിട്ടാണ് കുറഞ്ഞു പോകുന്നത് അമോണിയയുടെ കേസിൽ. വാട്ടർ മോളിക്യൂൾ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ടെട്രാഹെഡ്രൽ. പക്ഷെ വാട്ടറിൽ 2 സെറ്റ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അതിന്റെ ഷേപ്പ് ബെൻഡ് ആയിട്ട് മാറും. വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രി. യെസ്, ഇവിടെ വരെയല്ലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യെസ്, ഈഥൈൻ മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈഥൈൻ കണ്ടോ, sp3 ഹൈബ്രിഡൈസേഷൻ അത് പറഞ്ഞതാണ്. യെസ്, അപ്പൊ അടുത്തതിലോട്ട് നമുക്ക് പോകാം. സ്റ്റേറ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഇൻ ദ കേസ് ഓഫ് ഈഥീൻ മോളിക്യൂൾ. ഈഥീൻ മോളിക്യൂളിന്റെ ഫോർമുല എന്ന് പറഞ്ഞേ ആലിയ. ഈഥീൻ മോളിക്യൂൾ CH6 ആണ്. CH6ഓ? ഈഥീൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബണാ ഉള്ളത്? ഈഥീൻ എത്ര പ്രൊപ്പോബ്യൂട്ട് എന്ന് പറയുമ്പോൾ ഈഥീൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ഉണ്ടാലിയ? എത്ര കാർബൺ ഉള്ളവർക്ക് നമ്മൾ എന്ന് പറയുന്ന വാക്ക് കൊടുക്കുന്നത്? ആ വേർഡ് കൊടുത്തിരിക്കുന്നത്, വേർഡ് റൂട്ട് കൊടുത്തിരിക്കുന്നത് എത്ര കാർബൺ ഉള്ള കോമ്പൗണ്ടുകൾക്കാണ് ആലിയ? 2 കാർബൺ ഉള്ളവർക്ക്. ഓക്കെ, തമന്ന, എയിൻ എന്ന് പറഞ്ഞാൽ അത് സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ? എയിൻ, തമന്ന. ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് ആണ്. ഇങ്ങനെ പറഞ്ഞാൽ അതെന്താണ്? സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ? എയിൻ. സിംഗിൾ ബോണ്ട്. എയിൻ എന്ന് പറഞ്ഞാൽ അത് സിംഗിൾ ബോണ്ട്. ഈൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? ഡബിൾ ബോണ്ട്. ഐൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രിപ്പിൾ ബോണ്ട്. യെസ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ CH3 ആണ് ഡിസ്കസ് ചെയ്തത്. CH3 എന്ന് പറയുമ്പോൾ 2 കാർബൺ. അപ്പൊ എത്തുണ്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഈഥെയിൻ. സിംഗിൾ ബോണ്ടഡ് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ഷുവർ എന്തായിരിക്കും? sp3 ആയിരിക്കും. ഈ കാർബണിന്റെയും sp3 ആണ്, ഈ കാർബണിന്റെ sp3. കാരണം രണ്ടുപേരും സിംഗിൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോം ചെയ്യുന്നത്. യെസ്, അങ്ങനെയാണെങ്കിൽ ഈ ധീന്റെ ഫോർമുല എന്താണെന്നുള്ളത് പറഞ്ഞേ അഫ്ല. ഈ ധീന്റെ ഫോർമുല, ഈ തീൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ഉണ്ടെന്ന് ആദ്യം പറയൂ. എത്ര കാർബൺ ഉണ്ട്, ഏത് ബോണ്ട് ആണെന്ന് പറഞ്ഞാൽ മതി, അത്രയും പറഞ്ഞാൽ മതി. സിംഗിൾ ബോണ്ട്. ഈ തേൻ സിംഗിൾ ബോണ്ടാ. ഡബിൾ ബോണ്ട്. എത്ര കാർബൺ? എത്തെന്ന് പറഞ്ഞാൽ എത്ര കാർബണാ? 2 കാർബൺ. യെസ്, അപ്പൊ 2 കാർബണിന്റെ ഇൻ ബിറ്റ്വീൻ ഡബിൾ ബോണ്ട് ആണ്. ഇനി കാർബണിന്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, റിമൈനിങ് വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നു അല്ലെ? അങ്ങനെയാണ് കാർബണിന്റെ വാലൻസി എത്രയാണ് വരിക? 4. കാർബണിന്റെ വാലൻസി 4 ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കത് വരുന്നുണ്ട്. ഓക്കെ, അതായത് കാർബൺ എപ്പോഴും 4 പേരോടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. കാരണം കാർബണിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് 4 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു 4 ഇലക്ട്രോൺ കൂടെ വേണം. അപ്പൊ നമ്മള് 4 ഇലക്ട്രോണിനെ കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാമോ അതെല്ലാം നമുക്ക് ചെയ്യാം. ഇപ്പൊ ഓൾറെഡി കാർബണിന്റെ 2 വാലൻസി ഓൾറെഡി സാറ്റിസ്ഫൈ ചെയ്തു ഡബിൾ ബോണ്ട് ഉപയോഗിച്ച്. കണ്ടോ, ഈ കാർബണിനെ നോക്കുകയാണെങ്കിൽ 2 എണ്ണം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. 4 വാലൻസിയിൽ 2 എണ്ണം കിട്ടി. റിമൈനിങ് വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൈഡ്രജൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ CH2. ദിസ് കോമ്പൗണ്ട് ഈസ് eth. യെസ്, ഡബിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? അപ്സർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാ, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഇന്നതാണ്, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇന്നതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞേ അപ്സർ.
കാർബൺ ഡബിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. കാർബണിന്റെ കേസിൽ മാത്രം പറഞ്ഞു തന്നാ. എന്നാ മോനെ? SP ആണോ? സിംഗിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ ഇതാണ് ഹൈബ്രിഡൈസേഷൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇതാണ്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഇതാണ് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. സിംഗിൾ ആണെങ്കിൽ SP, ഡബിൾ ആണെങ്കിൽ SP2. അറിയില്ല. മരിയ SP2 സിംഗിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ഓർത്തു വെച്ചോ, ഇനിയെങ്കിലും ഓർത്തു വെക്ക്. കാർബണിന്റെ കേസിലാ പറയുന്നേ, കാർബൺ സിംഗിൾ ബോണ്ട് ഫോം ചെയ്താൽ ആ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ SP3. ഒരു കാർബൺ ഡബിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ SP2. കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്താൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ SP ആയിരിക്കും. ഇതിനൊരിക്കലും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. കാർബൺ എവിടെയൊക്കെ സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടോ ആ കാർബണിന്റെ എല്ലാം ഹൈബ്രിഡൈസേഷൻ SP3. കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്താൽ SP2. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അത് എപ്പോഴും SP ആയിരിക്കും. അപ്പം ഈഥീൻ മോളിക്യൂൾ ആണെങ്കിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ SP2. യെസ്. അപ്പൊ അമീഷ പറഞ്ഞേ, SP2 ആണെങ്കിൽ കാർബണിന്റെ അകത്തുള്ള എത്ര ഓർബിറ്റലുകളാണ് അവിടെ കമ്പൈൻ ചെയ്യുന്നത്? എത്ര S ഓർബിറ്റൽ, എത്ര P ഓർബിറ്റൽ കമ്പൈൻ ചെയ്യും? ഒരു S ഓർബിറ്റലും 2 P ഓർബിറ്റലും. യെസ്. SP2 ആണെങ്കിൽ ഒരു S ഉം 2 P ഓർബിറ്റലുമാണ്. ഓക്കെ. ദെൻ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ C ട്രിപ്പിൾ ബോണ്ട് C 3 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തു. ഒരെണ്ണം ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടാണ്. ഇതിന്റെ പേര് വരുന്നത് ഈത്തൈൻ ഹൈബ്രിഡൈസേഷൻ SP. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH2. കോമ്പൗണ്ടിന്റെ പേര് ഈത്തീൻ. ഹൈബ്രിഡൈസേഷൻ ഓൾറെഡി നമുക്കറിയാം SP2. ഇനി എങ്ങനെയാണ് SP2 വന്നിട്ടുണ്ടാവുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്. അപ്പൊ നോക്കിക്കേ, ഈഥീൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം SP2 ഹൈബ്രിഡൈസേഷൻ ആണ് എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയി. അതായത് സാധാരണഗതിയിൽ എത്ര S ഓർബിറ്റലാ ഉള്ളത്? ഒരു S ഉം ഒരു പർട്ടിക്കുലർ ഷെല്ല് നമ്മൾ എടുത്താൽ ഒരു S ഉം 3 P ഉം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. PX, PY, PZ. ഓക്കെ. കാർബണിന്റെ ആറ്റമിക് നമ്പർ 6. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2. അതായത് 1s2 2s2 2px1 2py1 2pz1. യെസ്. ഇതിലൊന്നും നമുക്ക് ഡൗട്ട് ഇല്ല. ഇനി ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്നാ സംഭവിക്കുന്നേ? കാർബൺ അതിന്റെ ഒരു S ഓർബിറ്റലും 2 P ഓർബിറ്റലുമാണ് ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സൈറ്റേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ ആലോചിച്ച് നോക്കിയിട്ട് പറയാം. ഈഥീൻ മോളിക്യൂളില് SP2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഒരു S ഉം 2 P ഉം ആണ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എക്സൈറ്റേഷൻ, അതായത് എസിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ പിക്ക് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ? അതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു എക്സൈറ്റേഷന്റെ ആവശ്യം അവിടെ ഉണ്ടോ? ഡെല്ല പറയൂ. ഇല്ലായിരിക്കും. അതിന്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം കാർബണിന്റെ അകത്ത് വേറെ ബോണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാർബണിന്റെ ബോണ്ടിങ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈബ്രിഡൈസേഷൻ SP2 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം അവിടെ ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാർബൺ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. അവിടെ ഏത് ബോണ്ട് ആണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ഓക്കെ. അപ്പൊ നമുക്കത് അങ്ങോട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ. അപ്പൊ നോക്കിക്കേ, 1s2 2s2 2px1 2py1 2pz 0. യെസ്.
Z1 എന്നല്ല എഴുതിയേ. ഓക്കെ, 2 2 4 2 6. ഓക്കെ, അപ്പൊ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇനി വേഗം പറഞ്ഞേ, സിഗ്മ ബോണ്ട് പൈ ബോണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് ഏതൊക്കെ ബോണ്ടുകളാ ഉള്ളതെന്നുള്ള കാര്യം പറഞ്ഞേ. One s2, 2s2, 2p2, അതായത് 1s2, 2s2, 2px1, 2py1, 2pz, 0. യെസ്, ഫർസീൻ പറഞ്ഞേ. ഫർസീൻ, ഇവിടെ ഏതൊക്കെ ബോണ്ടുകളാ ഉള്ളതെന്ന് പറഞ്ഞേ. നമുക്ക് ആദ്യമേ അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം, അതിനുശേഷം ഹൈബ്രിഡൈസേഷനിലോട്ട് പോകാം. ഇവിടെ ഏതൊക്കെ ബോണ്ടുകളാ ഉള്ളതെന്ന് പറഞ്ഞ് 2 ടൈപ്പ് ബോണ്ടുകളെ പറ്റി നമുക്കറിയാം. ഏതൊക്കെയാ 2 ടൈപ്പ് ബോണ്ടുകൾ? സിഗ്മ ബോണ്ട് പൈ ബോണ്ടും. സിഗ്മ ബോണ്ടും ഉണ്ട്, പൈ ബോണ്ടും ഉണ്ട്. അൽവാൻ പറഞ്ഞേ, ഏറ്റവും ആദ്യം ഫോം ചെയ്യുന്ന ബോണ്ട് ഏതായിരിക്കും അൽവാൻ? സിഗ്മ ബോണ്ട്. സിഗ്മ കഴിഞ്ഞാൽ പിന്നെ ഫോം ചെയ്യുന്ന ബോണ്ടുകളെല്ലാം എന്തായിരിക്കും ഫാത്തിമത്തെ? പൈ ബോണ്ട്. പൈ ബോണ്ട്. ആദ്യം ഫോം ചെയ്യുന്ന ബോണ്ട് മാത്രമേ സിഗ്മയുള്ളൂ. പിന്നെ ഫോം ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും? പൈ ബോണ്ട് ആയിരിക്കും. ഒറ്റയ്ക്കൊരു ബോണ്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും സിഗ്മ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഡബിൾ ബോണ്ട് കാണാനായിട്ട് പറ്റും. ഇതിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, എത്ര പൈ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ബിറ്റ്വീൻ ദി കാർബൺ ആറ്റം ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ട്സ് എത്രയാ പോവാതെ? കാർബൺ ആറ്റത്തിന്റെ ഇടയ്ക്കുള്ള ബോണ്ട് കാർബൺ ആറ്റത്തിന്റെ ഇടയ്ക്കുള്ള ബോണ്ട് എന്താ? സിംഗിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ ഇവിടെ നമ്മൾ കാണുന്നത്? ഡബിൾ ബോണ്ട്. ആ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് എന്തായിരിക്കും? സിഗ്മയാണോ പൈ ആണോ? ഫസ്റ്റ് ബോണ്ട് ആദ്യം ചെയ്ത ബോണ്ട് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. യെസ്, ഒരു ബോണ്ട് എന്തായാലും സിഗ്മ ആയിരിക്കും. അപ്പൊ അടുത്ത ബോണ്ട് എന്തായിരിക്കും? പൈ ബോണ്ട് ആയിരിക്കും. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആണ്, നമുക്ക് ഓൾറെഡി അറിയാം ബിറ്റ്വീൻ ദി കാർബൺ ഇവിടെ ഒരു സിഗ്മ ബോണ്ടും ഉണ്ട്, പൈ ബോണ്ടും ഉണ്ട്. അപ്പൊ ഞാൻ ആ സ്ട്രക്ചർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കാം. ഇതാണ് 2 കാർബൺ. യെസ്, അപ്പൊ ഈ കാർബണിന്റെ അകത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്, അതിൽ ഡൗട്ട് ഇല്ല. ബിറ്റ്വീൻ ദി കാർബൺ ഡബിൾ ബോണ്ട്. യെസ്, ഇനി ഇതിന്റെ അകത്ത് ഈ കാർബൺ 2 ഹൈഡ്രജനോട് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ഇങ്ങോട്ടേക്കും ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇതൊരു ഹൈഡ്രജൻ, ഇതൊരു ഹൈഡ്രജൻ. യെസ്, ഇനി ഇവിടെയുള്ള ബോണ്ടുകളെല്ലാം നമ്മളൊന്ന് നോട്ട് ചെയ്യുവാണെങ്കിൽ ഇത് സിഗ്മ, സിംഗിൾ ബോണ്ടുകളെല്ലാം സിഗ്മ, ഷുവർ, അതിന് വ്യത്യാസമൊന്നുമില്ല. 2 ബോണ്ട് വന്നാൽ ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം പൈയുമായിരിക്കും. യെസ്, ഇത്രയും കാര്യം മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈവക്കിക്കേ. ഈഥീൻ മോളിക്യൂൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ sp2 നമുക്ക് ഓൾറെഡി അറിയാം. കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്, ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട്. യെസ്, ഇനി സിംഗിൾ ബോണ്ടുകളെല്ലാം സിഗ്മ ബോണ്ട് ആയിരിക്കും. ഡബിൾ ബോണ്ട് വന്നാൽ ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം പൈ ബോണ്ടും ആയിരിക്കാം. യെസ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ ഫിദ, അവിടെ ആദ്യത്തെ കാർബൺ കൺസിഡർ ചെയ്യാം. ആ കാർബണിന് ചുറ്റും ഏതൊക്കെ തരത്തിലുള്ള ബോണ്ടുകളുണ്ട്? സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, അങ്ങനത്തെ ഏതൊക്കെ ടൈപ്പ് ബോണ്ടുകളുണ്ട് അവിടെ? കാർബൺ ഏതൊക്കെ ടൈപ്പ് ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്? ഡബിൾ ബോണ്ട്. ആരോടാ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്? കാർബൺ കാർബണിനോട് തന്നെ. യെസ്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ കാർബൺ ഏത് ബോണ്ടാ ഫോം ചെയ്യുന്നത് ഭീമ? കാർബണും കാർബണും ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെയോ? പിന്നെ കാർബൺ ആരോടാ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്? കാർബൺ ഡബിൾ ബോണ്ട് കാർബണിനോട് തന്നെ. കാർബണിനോട് ഡബിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെയോ? പിന്നെ ഹൈഡ്രജനായിട്ട്. ഹൈഡ്രജനുമായിട്ട് ഏത് ബോണ്ടാ ഫോം ചെയ്തിരിക്കുന്നത്? സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കാർബൺ ഈ കോമ്പൗണ്ടിൽ തന്നെ കാർബൺ 2 ടൈപ്പ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഡബിൾ ബോണ്ടും ഉണ്ട്, സിംഗിൾ ബോണ്ടും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം,
ഡബിൾ ബോണ്ട് ആയതുകൊണ്ടാണ് ഹൈബ്രിഡൈസേഷൻ sp2 വന്നത്. അപ്പൊ കാർബൺ ഇതിന്റെ അകത്ത് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നില്ലേ? അപ്പൊ അവിടെ sp3 ഹൈബ്രിഡൈസേഷനും ആയി കൂടെ? അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നാം. നമ്മളിവിടെ മോർ ദാൻ വൺ ടൈപ്പ് ബോണ്ട് ഉണ്ടെങ്കിൽ അതിന് പ്രിഫറൻസിന്റെ ഓർഡർ ഉണ്ട്. അതായത് ഒരു സിംഗിൾ ബോണ്ടും ഒരു ഡബിൾ ബോണ്ടും വന്നാൽ നമ്മൾ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുന്നത് അവിടെയുള്ള ഡബിൾ ബോണ്ടിന് ആയിരിക്കും. സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും വന്നാൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് എപ്പോഴും ഡബിൾ ബോണ്ടിനാണ്. സിംഗിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നാൽ നമ്മൾ എപ്പോഴും, അതായത് ഒരു പെർട്ടിക്കുലർ ആറ്റത്തിന് ചുറ്റുമുള്ള ആറ്റത്തിനെ പറ്റി, ബോണ്ടുകളെ പറ്റിയാട്ടോ പറയുന്നത്. ഒരു ആറ്റം തന്നെ അല്ലെങ്കിൽ ഒരു എലമെന്റ് തന്നെ ഒരു സൈഡിലോട്ട് സിംഗിൾ ബോണ്ട് ഒരു സൈഡിലോട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്താൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഡബിൾ ബോണ്ട്. അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്താകും? sp2 ആയിരിക്കും. ഓക്കെ. ഇനി ഒരു എലമെന്റ് ഒരു സൈഡിലോട്ട് സിംഗിൾ ബോണ്ട് ഒരു സൈഡിലോട്ട് ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്താൽ പ്രിഫറൻസ് അവിടെയും പോകുന്നത് ആർക്കായിരിക്കും? ട്രിപ്പിൾ ബോണ്ടിനായിരിക്കും അവിടെ പ്രിഫറൻസ് പോകുന്നത്. അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്താകും? sp ഹൈബ്രിഡൈസേഷൻ ആകും. ഇനി ഒരു എലമെന്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു സൈഡിൽ ഡബിൾ ബോണ്ടും ഒരു സൈഡിൽ ട്രിപ്പിൾ ബോണ്ടും ഉള്ള കേസുകൾ വരാറില്ല. ഇനി ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ട് വന്നാൽ പ്രിഫറൻസ് എപ്പോഴും ഡബിൾ ബോണ്ടിനായിരിക്കും. അത് നമുക്ക് ഓർഗാനിക്കിന്റെ അകത്ത് പഠിക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ ഇത്രയും ഓർത്ത് വെക്കുക. ഇവിടെ കേസിൽ കാർബൺ ഡബിൾ ബോണ്ടിന് പ്രിഫറൻസ് കൊടുക്കുന്നു, അതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ sp2. യെസ്. അപ്പൊ ഇത്രയും കാര്യം കിട്ടിയോ? ഈഥീൻ മോളിക്യൂള് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ്, ഹൈബ്രിഡൈസേഷൻ sp2 ആണ് വരുന്നത്. ഡബിൾ ബോണ്ട് വന്നാൽ ഒരു ബോണ്ട് സിഗ്മയും ഒരു ബോണ്ട് പൈ ബോണ്ടും. ഇത്രയും കാര്യം ക്ലിയർ ആയോ? മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈവക്കിക്ക്. ഇത്രയും കാര്യം ക്ലിയർ ആയി എന്നുള്ളവര്? യെസ്. അങ്ങനെയാണെങ്കിൽ VSEPR തിയറിയുടെ ലാസ്റ്റത്തെ പോയിന്റ് ഓർമ്മയുള്ളവരൊന്ന് കൈവക്കിക്ക്. VSEPR തിയറിയുടെ ലാസ്റ്റ് ഫീച്ചർ. യെസ്. എന്താണ് അൽവാനെ? The multiple bond is treated as super pair of electron. Yes. മൾട്ടിപ്പിൾ ബോണ്ടുകളെ നമ്മൾ ഒരു സിംഗിൾ സൂപ്പർ പെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് ഇവിടെ കാർബണിന് ചുറ്റും ഒരു പെർട്ടിക്കുലർ ഒരു ആറ്റമായിട്ട് നമ്മൾ എപ്പോഴും ഹൈബ്രിഡൈസേഷൻ പറയുമ്പോൾ ഒരു മോളിക്യൂളിലെ ഒരു സെൻട്രൽ ആറ്റമായിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ഓരോ സെൻട്രൽ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ ഡിഫറെന്റ് ആയിരിക്കാം. യെസ്. ഈ കാർബൺ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കാർബണിന് ചുറ്റും ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്, ഈ സൈഡിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ. ആ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ബോണ്ടാണ്. മോർ ദാൻ വൺ ബോണ്ട് വന്നാൽ എല്ലാം മൾട്ടിപ്പിൾ ബോണ്ടാണ്. മൾട്ടിപ്പിൾ ബോണ്ടിനെ സിംഗിൾ സൂപ്പർ പെയർ ആയിട്ട് കൺസിഡർ ചെയ്യും. അതിന് നമ്മൾ ഒരൊറ്റ ബോണ്ട് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ കാർബണിന് ചുറ്റും എത്ര ബോണ്ടേ ഉള്ളൂ? 3 ബോണ്ടേ ഉള്ളൂ. 2 സിംഗിൾ ബോണ്ടും ഒരു സൂപ്പർ പെയറുമാണ് അവിടെ ഉള്ളത്. അപ്പൊ ടോട്ടൽ എത്ര ബോണ്ടേ ഉള്ളൂ? 3 ബോണ്ട്. 3 ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഹൈബ്രിഡൈസേഷൻ നമുക്ക് എന്ത് മതി? sp2 മതി. ഒരു എസും 2 പിയും കൂടെ ചേർന്നാൽ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അവിടെ ഹൈബ്രിഡൈസേഷൻ sp2 വന്നത്. 3 ബോണ്ടേ അവിടെ ഉള്ളൂ. 3 ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ത് മതി? sp2 മതി. ഓക്കെ. അപ്പൊ അത് മനസ്സിൽ വെക്കുക. അപ്പൊ CH2 മോളിക്യൂളിന്റെ കേസിൽ കാർബൺ ആണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. കാർബൺ ആണ് ഇവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്, കാരണം ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത് കാർബൺ ആണ്. അപ്പൊ ഈ കാർബണിന്റെ അകത്തുള്ള ഒരു 2s ഓർബിറ്റലും 2 2p ഓർബിറ്റലും കൂടി ചേർന്നിട്ടാണ് നമുക്ക് sp2 ഹൈബ്രിഡൈസേഷൻ കിട്ടുന്നത്. ഒരു എസും 2 പിയും കൂടെ ചേർന്ന് sp. ഇത് ഞാൻ 2p 2s ആയിരിക്കുന്നത് സെക്കൻഡ് ഷെൽ ആയതുകൊണ്ട് അങ്ങനത്തെ എത്രണ്ണം ഫോം ചെയ്യും? 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇവിടെ ഫോം ചെയ്യും. കാർബണിന് ചുറ്റും 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ. ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റല് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഇവിടെ ഉള്ളത്. കാർബണിന് ചുറ്റും 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓക്കെ. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ, ഈ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റലുകളെ ഞാൻ സെപ്പറേറ്റ് എഴുതുക കേട്ടോ. കാർബണിന്റെ അകത്ത് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്. ഒരു കാർബണിന് ചുറ്റും 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇതിൽ ഞാൻ ആദ്യത്തെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ എടുക്കുന്നു. ആദ്യത്തെ sp2 ഹൈബ്രിഡ് ഓർബിറ്റല് ഒരു ഇവിടെ ഒന്നാമത്തെ ഹൈഡ്രജൻ, ഇത് രണ്ടാമത്തെ ഹൈഡ്രജൻ. ഓക്കെ. അപ്പൊ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ കാർബണിന്റെ അകത്തുള്ളത് ഫസ്റ്റ് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. രണ്ടാമത്തേത്
രണ്ടാമത്തെ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. മൂന്നാമത്തെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ തൊട്ടിപ്പുറത്തുള്ള കാർബണിനോടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓർമ്മയുണ്ടാണോ? കാർബണിന് ചുറ്റും 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജനുമായിട്ട് ആ ബോണ്ട് ഫോം ചെയ്യുന്നത്. റിമൈനിങ് sp2 എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തുള്ള കാർബണിനോടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്ന ബോണ്ടുകൾ എല്ലാം എന്തായിരിക്കും? ഇതെല്ലാ ബോണ്ടും എന്തായിരിക്കും? സിഗ്മ ബോണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ആ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ല. കാർബണും ഹൈഡ്രജനും തമ്മിൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. കാർബണിന്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റല് ഹൈഡ്രജന്റെ s ഓർബിറ്റലുമായിട്ട് ചേർന്ന് sp2 s സിഗ്മ ബോണ്ട് അവിടെ ഫോം ചെയ്തു. ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കാട്ടോ, അതിനുശേഷം പറഞ്ഞു തരുമ്പോ എഴുതിയാൽ മതി. sp2 s സിഗ്മ ബോണ്ട് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് 2 ഹൈഡ്രജനുമായിട്ട്. തൊട്ടടുത്ത കാർബണുമായിട്ടോ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതിലും ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ ആ പൈ ബോണ്ട് ആരാണ് ഫോം ചെയ്യുന്നത്? ആലോചിച്ച് നോക്കിയിട്ട് പറയും. ആരാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്? ഹൈബ്രിഡ് ഓർബിറ്റലുകൾ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ പൈ ബോണ്ട് ആര് ഫോം ചെയ്യും? അറിയാം എന്നുള്ളവരൊന്ന് കൈ നോക്കിക്കേ. നിങ്ങൾക്ക് മനസ്സിലായത് എന്തെങ്കിലും ഒരു ഐഡിയ ഉള്ളവരൊന്ന് കൈ നോക്കിക്കേ. യെസ്, അദീന. ആരായിരിക്കും അദീന ഫോം ചെയ്യുന്നേ? കാർബണും അല്ലേ? ആ, കാർബണും കൂടെ പൈ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഒരു ഓർബിറ്റൽ വേണമല്ലോ. ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് ഫോം ചെയ്യുള്ളൂ? ബോണ്ട് ഫോം ചെയ്യുള്ളൂ. 2 ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്താലല്ലേ അവിടെ ബോണ്ട് ഫോം ചെയ്യുള്ളൂ. ആലോചിച്ച് നോക്കിക്കോ. യെസ്, അനീസ. ടീച്ചർ sp2 ആണോ പൈ ബോണ്ട്? sp2 കൂടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഇനി അവിടെ sp2 ഇല്ല. കാർബണിന്റെ 3 sp2ഉം ബോണ്ടിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. ഒരു sp2 നമ്മൾ പറഞ്ഞു, ഒരു എസും 2 പിയും കൂടെ ചേർന്ന് 3 sp2 ആണ് ഒരു കാർബൺ ഫോം ചെയ്യുന്നത്. ഒരു sp2 ഹൈഡ്രജന്റെ സിഗ്മ ബോണ്ടിൽ പോയി, മറ്റേ sp2 അടുത്ത ഹൈഡ്രജനുമായിട്ടുള്ള സിഗ്മ ബോണ്ടിൽ പോയി, മൂന്നാമത്തെ sp2 ഹൈബ്രിഡ് ഓർബിറ്റിലെ കാർബണുമായിട്ടുള്ള സിഗ്മ ബോണ്ടിൽ പോയി. 3 sp2ഉം കാർബൺ ഉപയോഗിച്ച് കഴിഞ്ഞു. പക്ഷെ ഇനി കാർബൺ എങ്ങനെയായിരിക്കാം പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്? കാർബൺ എങ്ങനെ പൈ ബോണ്ട് ഫോം ചെയ്യും? എസിലേക്ക് ഒരാളെ കയറണമെങ്കിൽ അതില് 2 ഇലക്ട്രോൺസിന് ഏതിലൊന്ന് പോണ്ടേ? എസിലോട്ട് ആരെങ്കിലും കയറണമെങ്കിൽ 2s2 എന്ന് പറയുന്നതില് ഒരു ഇലക്ട്രോൺ പോണ്ടേ? എനിക്ക് മനസ്സിലായില്ല. 2s2 എക്സൈറ്റേഷൻ നടന്നാലല്ലേ അവിടേക്ക് വേറൊരു ബോണ്ട് കയറാല ഒരാറ്റം കയറാൻ എക്സൈറ്റേഷൻ നടത്തില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? എക്സൈറ്റേഷൻ നടക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് നോക്കാം. പറഞ്ഞു 2sലുള്ള 2 ഇലക്ട്രോണിൽ നിന്ന് ഒരെണ്ണം എങ്ങോട്ട് പോയി എന്നാ പറയുന്നേ? എങ്ങോട്ട് പോയിട്ടുണ്ടാവും? പറഞ്ഞു, ശരിയാ. ഇവിടെ എക്സൈറ്റേഷൻ നടക്കുന്ന നമുക്ക് കണ്ടുപിടിക്കണം. പറഞ്ഞോ, പറഞ്ഞോട്ടി. എങ്ങോട്ടാ പോയെന്ന് അറിയില്ലേ? എങ്ങോട്ട് പോയിട്ടുണ്ടാവും? പിയിലേക്കാണോ? ശരിയാ, 2pz1 സിയിലോട്ടോ? 2pzലോട്ട് പോയി. എന്നിട്ട് എന്നാ സംഭവിച്ചു? അപ്പൊ അങ്ങനെ വരുമ്പോ sp3 എന്നല്ലേ വരുന്നത്? അങ്ങനെ വരുമ്പോ sp3 വരില്ല. നമ്മൾ കാർബണിന് ചുറ്റുമുള്ള ബോണ്ടുകൾ എത്ര ഉണ്ടോ അത്രയും ഹൈബ്രിഡൈസേഷനെ നമുക്ക് പറ്റുള്ളൂ. കാർബണിന് ചുറ്റും എത്ര ബോണ്ട് ഉണ്ടോ അത്രയും ഹൈബ്രിഡ് ഓർബിറ്റലുകളെ നമുക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കാർബണിൽ ഫ്രീ ആയിട്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വേണം, പെയർഡ് ആയിട്ട് ഇലക്ട്രോൺസ് വേണം. ഇവിടെ കാർബണിന് ചുറ്റും 3 ബോണ്ടേ ഉള്ളൂ. 3 എണ്ണം വരണമെങ്കിൽ അവിടെ ഹൈബ്രിഡൈസേഷൻ sp2 മാത്രമേ പാടുള്ളൂ. sp3 വന്നു കഴിഞ്ഞാല് ഒരു കാർബൺ sp2 ഒരു കാർബൺ sp3 ആകുമോ? ഇല്ല. അബിയ പറഞ്ഞോ. അവിടെ ഡബിൾ ബോണ്ട് ആക്കിയിട്ട് ഒരു പൈ ബോണ്ട് ഒരു സിഗ്മ ബോണ്ട് പിന്നെ കാർബൺ 2 ആക്കി. ഒന്നുകൂടെ പറഞ്ഞോളെ. sp2 ഡബിൾ ബോണ്ട് ആക്കാൻ പറ്റില്ല.
sp2-ന് ഡബിൾ ബോണ്ട് ആക്കാൻ പറ്റുമോ? sp2-ഉം കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട്. എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. sp2-ഉം കാർബണും തമ്മിൽ ഡബിൾ ബോണ്ടോ? എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. 2 കാർബൺ വെക്കുമ്പോൾ ഡബിൾ ബോണ്ട് ആകത്തില്ലേ? sp2 ഡബിൾ ബോണ്ട് കാർബൺ. sp2 ഡബിൾ ബോണ്ട് കാർബൺ. ബിറ്റ്വീൻ ദി കാർബൺ അവിടെ ഡബിൾ ബോണ്ട് ആണ്, അത് ഞാൻ സമ്മതിച്ചു. ആ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാ? ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം പൈയും. സിഗ്മ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. കാർബണിന്റെ sp2 മറ്റേ കാർബണിന്റെ sp2 കൂടെ ചേർന്ന് സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഞാൻ ചോദിക്കുന്നത് അവിടെയുള്ള പൈ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യും? നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. പൈ ബോണ്ടുകൾ ആരാണ് ഫോം ചെയ്യുന്നത്? പൈ ബോണ്ട് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? എന്ത് ടൈപ്പ് ഓവർലാപ്പിംഗ് വഴിയാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്? ഇഷാര. ആക്സിയൽ ഓവർലാപ്പ്. ആക്സിയൽ ആണോ? അല്ല, ലാറ്ററൽ ഓവർലാപ്പ്. യെസ്, ലാറ്ററൽ ഓവർലാപ്പിംഗ് വഴിയായിട്ടാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഈ പൈ ബോണ്ടുകൾ ഫോം ചെയ്യുന്നത് ഏത് ഓർബിറ്റലുകളാണ്? എസ് ആണോ പി ആണോ പൈ ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്? നസ്റിൻ. പി. അത് നമുക്കറിയാം. ലാറ്ററൽ ഓവർലാപ്പിംഗ് നടത്തുന്നവർ പി ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഇനി പറഞ്ഞേ, ഇനി ആലോചിച്ച് നോക്കിട്ട് പറഞ്ഞേ. ഇവിടെ പൈ ബോണ്ട് ഫോം ചെയ്യുന്നവര് പി ഓർബിറ്റലുകളാണ്, ലാറ്ററൽ ഓവർലാപ്പിംഗ് വഴിയായിട്ടാണ്. അപ്പൊ എവിടെ നിന്നാണ് പി ഓർബിറ്റലിനെ നമുക്ക് കിട്ടുന്നത്? ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എത്ര പി ഓർബിറ്റലാ മൊത്തം ഉള്ളത് അദീന? കാർബണിന് ചുറ്റും എത്ര പി ഓർബിറ്റൽ ഉണ്ട് മൊത്തം? 2 പി ഓർബിറ്റലേ ഉള്ളൂ. പി തന്നെ എത്രണ്ണം ഉണ്ട്? 3. ഏതൊക്കെ? എസും പിഎക്സും പിവൈയും പിസെറ്റും. അതിൽ 2 പേരെ നമ്മൾ ഹൈബ്രിഡൈസേഷന് വേണ്ടി ഉപയോഗിച്ചു. ഇനി അവിടെ മൂന്നാമത് നിൽക്കുന്ന ഒരു പി ഓർബിറ്റൽ ഇല്ലേ? ആ പി ഓർബിറ്റലാണ് എന്ത് ഫോം ചെയ്യുന്നത്? പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും മനസ്സിലുണ്ടാകണം, ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, അതായത് ഹൈബ്രിഡൈസേഷന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവര് സിഗ്മ ബോണ്ടുകളാണ് ഫോം ചെയ്യുന്നത്. ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാണ്ട് നിൽക്കണ ഓർബിറ്റലുകളാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്. ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റലുകളാണ് ഏത് ബോണ്ട് ഫോം ചെയ്യുന്നത്? പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എസും 2 പിയും മാത്രമേ ഉള്ളൂ. അവിടെ മൂന്നാമത് ഒരു പി ഓർബിറ്റൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുന്നുണ്ട്. ആ പി ഓർബിറ്റലാണ് ഏത് ബോണ്ട് ഫോം ചെയ്യുന്നത്? പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ത്രൂ എന്ത് ഓവർലാപ്പിംഗ് വഴിയായിട്ട്? ലാറ്ററൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് വഴിയായിട്ട്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് സൈഡിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കൂ. അതിനുശേഷം ഞാൻ നോട്ട് തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. യെസ്, ഈ സൈഡിലോട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഈ 2 പോയിന്റുകൾ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ. ഓക്കെ, ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ നമുക്ക് എക്സൈറ്റേഷന്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. അത് നമുക്ക് സെക്കൻഡ് ഇയർ ക്ലാസ്സിലെ നമുക്ക് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് ഇവിടെ എക്സൈറ്റേഷൻ കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർക്കണ്ട. നിങ്ങളോട് ഒരു മോളിക്യൂൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഈഥീൻ മോളിക്യൂളിന്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എത്രയും കാര്യം മാത്രം പറഞ്ഞാൽ മതി. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് sp2 ഹൈബ്രിഡൈസേഷൻ ആണ് അവിടെ ഉള്ളത്. കാർബണിന് ചുറ്റും 2 സിംഗിൾ ബോണ്ടും ഒരു ഡബിൾ ബോണ്ടും ആണ് ഉള്ളത്. ഡബിൾ ബോണ്ടിനെ സിംഗിൾ സൂപ്പർ പെയർ ആയിട്ട് കൺസിഡർ ചെയ്യും. അതുകൊണ്ട് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഓക്കെ, ഇനി sp2 എങ്ങനെ ഫോം ചെയ്യും? ഒരു എസും 2 പിയും കൂടെ ചേർന്നിട്ടാണ് അവിടെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകുന്നത്. അവിടെ 2 sp2s സിഗ്മ ബോണ്ടും ഒരു sp2 സിഗ്മ ബോണ്ടും ഉണ്ട്. പിന്നെ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് ഏത് ഫോം ചെയ്യുന്നത്? പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്.
ഓക്കെ, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതി കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നാലും മാത്രം മതി. ഫോർമേഷൻ ഓഫ് സിഗ്മ ബോണ്ട് എങ്ങനെയാണ്, പൈ ബോണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈവക്കിക്കേ. ഡബിൾ ബോണ്ട് ആണ്, ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഒരു എസും 2 പിയും കൂടെ ചേർന്നിട്ടാണ് 3 sp2 ഫോം ചെയ്യുന്നത്. ആ 3 sp2 ബോണ്ടുകളും സിഗ്മ ബോണ്ട് ആയിരിക്കും. ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന മൂന്നാമത്തെ പി ഓർബിറ്റൽ ആണ് എന്ത് തരുന്നത്, നമുക്ക് പൈ ബോണ്ട് തരുന്നത്. ഇത്രയും കാര്യം മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈവക്കിക്കേ. യെസ്, ഓക്കെ. പിന്നെ അത് ഞാൻ എഴുതി തരാം, വേഗം നോട്ട് ചെയ്ത് എഴുതിയെടുത്തോളൂ കേട്ടോ. യെസ്, വേഗം നോട്ട് ചെയ്യാം. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മള് സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്നും, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയിട്ടുള്ളവരെ നമ്മൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ 2 വേർഡ് കേട്ടിട്ടുള്ളവരെന്ന് കൈവക്കിക്ക്. സാച്ചുറേഷൻ ആൻഡ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. യെസ്, ലോവർ ക്ലാസ്സിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്, എന്തായാലും സ്റ്റേറ്റിലുണ്ട്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്, അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. യെസ്, അത് നമുക്ക് ഓർഗാനിക്കിൽ വരുന്നതാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഈഥീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ആണ്, അപ്പൊ അതുകൊണ്ട് ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. യെസ്, അപ്പൊ ഈഥീൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൊടുക്കുക. ഈഥീൻ ഫോർമുല CH2 ഡബിൾ ബോണ്ട് CH2. യെസ്, ഈഥീൻ. ടീച്ചറെ, എന്തോ ചോദിച്ചോളൂ. ഫോൺ സൈസ് ഇച്ചിരി കൂട്ടാമോ? ഞാൻ എഴുതുന്നതിന്റെയാ? ഓക്കെ, വായിക്കാൻ പറ്റുന്നില്ലേ? ചെറുതാണോ ഇങ്ങനെ? ഇതിന്റെ വണ്ണം കൂട്ടണം എന്നാണോ പറഞ്ഞത്? എഴുതുന്നതിന്റെ അത് ഞാൻ എഴുതുന്നത് വലുതാക്കി എഴുതുന്നതാണോ പറഞ്ഞത്? വലുതാക്കി വണ്ണം കൂട്ടണ്ട. ഇത് മതിയോ? ആ മതി. യെസ്, ethene is an unsaturated molecule with a sigma bond and a pi bond between the 2 carbon atoms. That is CH2 double bond CH2. The state of hybridization of carbon. The state of hybridization of carbon is sp2, leaving 1 p orbital of carbon is unhybridized. Yes. ഇത്ര എഴുതിയോ? കഴിഞ്ഞോ? Yes. Yes. താഴെ 1 sp2 hybrid orbital of 1 carbon atom overlaps with
sp2 hybrid orbital of other carbon atom forming a strong sigma bond between the two carbon atoms. The remaining two sp2 hybrid orbital of each carbon atom overlap with one s orbital of hydrogen atom to form CH sigma bond. Yes. The unhybridized, point important ആണ് ട്ടോ. The unhybridized 2p orbital of carbon atoms overlaps in sidewise manner, sidewise or lateral manner to form a weak pi bond between the two carbon atoms. Yes. എഴുതിയോ? കഴിഞ്ഞോ? ആ? യെസ്. ഓക്കെ. അപ്പൊ ഇനി ഇതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫിഗർ. ഇത് രണ്ട് കാർബൺ. യെസ്. ഇത് കാർബണിന് ചുറ്റും എന്തൊക്കെ ഓർബിറ്റലുകൾ ഉണ്ട് മക്കളെ? ഒരു എസും ഉണ്ട്, 3 പിയും ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതില് ഒരു എസും 2 പിയും കൂടെ ചേർന്ന് 3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഫോം ചെയ്യും. ഞാൻ ആദ്യം ഹൈബ്രിഡ് ഓർബിറ്റലുകളാണ് കേട്ടോ വരയ്ക്കുന്നത്. യെസ്, ഇതൊരു ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇത് സെക്കൻഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇത് തേർഡ് ഹൈബ്രിഡ് ഓർബിറ്റൽ. ഈ കാർബണിന് ചുറ്റുമുള്ള 3 ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇനി ഈ കാർബണിന് ചുറ്റുമുള്ള ഹൈബ്രിഡ് ഓർബിറ്റലുകൾ 1, 2, മൂന്നാമത്തേത് ഇങ്ങോട്ട് കയറ്റി വരയ്ക്കുന്നു. കാരണം നമുക്കറിയാം ഇവിടെ ഓവർലാപ്പിംഗ് നടക്കും. യെസ്, ഓക്കെ. ഇനി ഇവിടെ എന്തുണ്ട്? ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജന്റെ 1s ഓർബിറ്റല്. ഇത് ഹൈഡ്രജന്റെ, മറ്റേ ഹൈഡ്രജന്റെ 1s, തേർഡ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ഓക്കെ. ഇനി ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ആദ്യമേ അങ്ങോട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2, 2 കാർബണിന്റെയും ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഇത് ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ ആണ്. ഹൈഡ്രജൻ ആകുമ്പോൾ 1s ഓർബിറ്റലുകൾ മാത്രമേ ഉള്ളൂ.
അതും നമുക്കറിയാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, sp2 കാർബൺ, കാർബണിന്റെ sp2 ഈ എസും തമ്മിൽ ഇവിടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. കണ്ടോ, സിഗ്മ ബോണ്ടുകൾ. ഈ sp2 ഈ sp2 തമ്മിൽ ഇവിടെയും എന്ത് ഫോം ചെയ്യും? സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഹൈബ്രിഡ് ഓർബിറ്റിൽ ഒരു കാർബണിന് ചുറ്റും 3 sp2 3 sp2ഉം 3 സിഗ്മ ബോണ്ട് വെച്ച് ഫോം ചെയ്യുന്നു. ഓരോ കാർബണും 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഒരെണ്ണം തൊട്ടടുത്ത കാർബണുമായിട്ട്, 2 എണ്ണം ഹൈഡ്രജനുമായിട്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്നുള്ളവരെന്ന് കൈയോഗിക്കേ. സിഗ്മ ബോണ്ടുകൾ വരച്ചത് മനസ്സിലായി എന്നുള്ളവര്. ഓക്കെ, ഇനി കാർബണിന്റെ അകത്ത് എന്തുണ്ട്? റിമൈനിങ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത ഒരു പി ഓർബിറ്റൽ ഉണ്ട്. യെസ്, ഇതാണ് ആ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത പി ഓർബിറ്റൽ. പി ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ താഴത്തോട്ട് നിൽക്കൂട്ടോ, അത് നിങ്ങളുടെ മനസ്സിൽ വേണേ. അത് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. നമ്മൾ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽസ് വരച്ചാൽ 2 ലോബുകളും നമ്മൾ വരയ്ക്കണം. കാരണം മേളീന്നും താഴേന്നുമാണ് ഓവർലാപ്പിംഗ് ഉള്ളത്, മറന്നു പോകരുത് കേട്ടോ. സിഗ്മ ബോണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെ വരയ്ക്കേണ്ട കാര്യമില്ല, കാരണം ഒരു സൈഡിലോട്ട് മാത്രമേ ഓവർലാപ്പിംഗ് ഉള്ളൂ. അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിൽ പി ഓർബിറ്റിൽ വരച്ചാൽ 2 ലോബും നിർബന്ധമായിട്ടും വരയ്ക്കണം. അപ്പൊ ഇത് കാർബണിന്റെ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ട്ടോ. ഇത് അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ. ഈ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ തമ്മിൽ ലാറ്ററൽ ഓവർലാപ്പിംഗ് നടക്കും. ലാറ്ററൽ ഓവർലാപ്പിംഗ് നടക്കുന്നത് എങ്ങനെയാ? മുകളിൽ നിന്നും താഴേന്നുമായിട്ട് ഓവർലാപ്പിംഗ് ചെയ്യുന്നത്. അപ്പൊ മേളിൽ നിന്നുകൊണ്ട് താഴേന്നുമുണ്ട്. എന്നിട്ട് ഏത് ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നത്? പൈ ബോണ്ട്. മൊത്തത്തിലാണത് പൈ ബോണ്ട്. അപ്പൊ മുകളിലാണ് പകുതി കിടക്കുന്നത്, താഴെയാണ് അതിന്റെ പകുതി കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതും, ഇതൊരു π/2, ഇത് അതിന്റെ ബാക്കി π/2. രണ്ടും കൂടെ ചേർന്നാൽ എന്താകും? ഒരു സിംഗിൾ പൈ ബോണ്ട് ആയിട്ട് മാറും. യെസ്, ഇതാണ് പൈ ബോണ്ട്. ഇനി sp2 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ 2 പോയിന്റും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. sp2 ആണെങ്കിൽ ബോണ്ട് ആംഗിൾ എന്തായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതിന്റെ അകത്ത് CC ഡബിൾ ബോണ്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 134 പൈക്കോമീറ്റർ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. CC സിംഗിൾ ബോണ്ട് ലെങ്ത് എത്ര, ഡബിൾ ബോണ്ട് ലെങ്ത് എത്ര, ട്രിപ്പിൾ ബോണ്ട് ലെങ്ത് എത്ര എന്ന് ചോദിക്കാറുണ്ട്. സിംഗിൾ ബോണ്ട് ലെങ്ത് 154 പൈക്കോമീറ്റർ ആണെന്ന് നമ്മൾ ഈതെയിൻ പഠിച്ചപ്പോ പറഞ്ഞായിരുന്നു. CC സിംഗിൾ ബോണ്ട് ലെങ്ത് 154 പൈക്കോമീറ്റർ ആണ് എന്നൊന്ന് അവിടെ നോട്ട് ചെയ്തായിരുന്നു ഇല്ലേ? അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. CC സിംഗിൾ ബോണ്ട് ലെങ്ത് 154 പൈക്കോമീറ്റർ. നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് ചെയ്തോളൂ കേട്ടോ. CC ഡബിൾ ബോണ്ടിന്റെ ലെങ്ത് 134 പൈക്കോമീറ്റർ. CC ട്രിപ്പിൾ ബോണ്ട് വന്നാൽ അത് 120 ആ. CC ട്രിപ്പിൾ ബോണ്ടിന്റെ ലെങ്ത് 120 ആ. നമുക്കറിയാം ബോണ്ടിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് കുറയും, പക്ഷെ സ്ട്രെങ്ത് കൂടും എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. യെസ്, ഓക്കെ. ഇനി വേഗം ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഇനി അത് വായിച്ചും കൂടെ കഴിയുമ്പോൾ ക്ലിയർ ആയിട്ടും മനസ്സിലായിക്കോളും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് പോയിക്കോണം കേട്ടോ. കാരണം ഈ സംഗതി എപ്പോഴും ആവശ്യമുള്ളതാണ്. നമ്മൾ ഓർഗാനിക് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ് ഹൈബ്രിഡൈസേഷൻസ്. യെസ്, sp3 ഹൈബ്രിഡൈസേഷൻ നമ്മൾ പറഞ്ഞു. യെസ്, അവിടെ ആ ബോണ്ട് ആംഗിൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, 154 പൈക്കോമീറ്റർ ആണെന്നുള്ളത്. യെസ്, അവിടെ വന്നിട്ടില്ല, കുഴപ്പമില്ല, നമുക്ക് ഓർഗാനിക്കലി വീണ്ടും വരും. യെസ്, അപ്പൊ വേഗം എടുത്തേ. ഉണ്ട്, പേജ് നമ്പർ 123 ലാസ്റ്റ് സെന്റൻസ് sp3 ഹൈബ്രിഡൈസേഷന്റെ ലാസ്റ്റ് സെന്റൻസ് അതാണ്. യെസ്, അപ്പൊ വേഗം ഒരാള് നിമ ആ sp3 ഹൈബ്രിഡൈസേഷൻ ആദ്യം വായിച്ചേ, പെട്ടെന്ന് വായിക്കുക. നമുക്ക് ബുക്കുമായിട്ട് പരിചയം വേണം, ടെക്സ്റ്റ് ബുക്കുമായിട്ട്. യെസ് നിമ, പേജ് നമ്പർ 123. പേജ് നമ്പർ ഒന്നും കൂടി പറയാം. 123. sp3 hybridization in C2H6 molecule. C2H6 എന്ന് പറഞ്ഞാൽ CH3 ആട്ടോ. C2H6 മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ CH3 ഈതെയിൻ മോളിക്യൂൾ ആണ്. യെസ് നിമ, ശ്രദ്ധിച്ചിരിക്കട്ടെ എല്ലാവരും. In ethane molecule, both the carbon atoms assume sp3 hybrid state
One of the 4 sp3 hybrid orbitals of carbon atom overlaps axially with similar orbitals of other atom to form sp3 sigma bond, while the other 3 hybrid orbitals of each carbon atom are used in forming sp3s sigma bonds with hydrogen atoms as discussed in section. Therefore, in ethane, Cc bond length is 154 pm picometer, and each CH bond length is 109 picometer. അവിടെ സെക്ഷൻ 4.6.1 തൊട്ടിപ്പുറത്തെ പേജ് 122 പേജ് നമ്പർ 122 sp3 ഹൈബ്രിഡൈസേഷൻ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. sp3 ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് അവിടെ പറഞ്ഞത് ഓർമ്മ വെച്ചോണം. sp3 ആണ്, സിഗ്മ ബോണ്ട് ആണ്, എല്ലാം ആരോട് ബോണ്ട് ഫോം ചെയ്യുന്നു എന്നുള്ളത്. യെസ്. ദെൻ നസ്ര, sp2 ഹൈബ്രിഡൈസേഷൻ ഇൻ C2H4 നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. CH2 നെ ക്ലബ് ചെയ്തിട്ട് C2H4 എന്ന് എഴുതിയിരിക്കുന്നത്. യെസ് നസ്ര. In the formation of ethane molecule, one of the sp2 hybrid orbital of carbon atom overlap axially with sp2 hybridized orbital of another carbon atom to form Cc sigma bond, while the other 2 sp2 hybrid orbital of each carbon atoms are used for making sp2s sigma bond with 2 hydrogen atoms. The unhybridized orbital 2px or 2py of one carbon atom overlap sidewise with the similar orbital of the other carbon atom to form weak pi bond, which consists of 2 equal electron clouds distributed above and below the plane of carbon and hydrogen atom. Thus, in ethane molecule, the carbon bond consists of one sp2 sigma bond and one pi bond between p orbital, which are not used in the hybridization and are perpendicular to the plane of molecule. The bond length 134 picometer. The CH bond is sp2s sigma with bond length 108 picometer. The HCH bond angle is 116.6 degree, while the HCC angle is 121 degree. The formation of sigma and pi bond is in ethane is shown. നമ്മൾ സാധാരണ ബോണ്ട് ആംഗിൾ പഠിക്കുന്നത് ഹൈബ്രിഡൈസേഷൻ വെച്ചിട്ടുള്ള ബോണ്ട് ആംഗിളാ പറയുന്നത്. അവിടെ ആ HCH ബോണ്ട് ആംഗിളും കൂടെ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. H മേളില് C നടുക്ക് താഴെയുള്ള CH HCH ബോണ്ട് ആംഗിളും കൂടെ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഫിഗർ നോക്കിക്കേ, ഫിഗർ 4.15 നോക്കിക്കേ. ഫസ്റ്റ് ഫിഗറിന്റെ അകത്ത് സിമ്പിൾ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ, കാർബൺ കൊടുത്തു, കാർബണിന്റെ 3 ഹൈബ്രിഡ് ഓർബിറ്റൽ കൊടുത്തിട്ടുണ്ട്, സിഗ്മ ബോണ്ടുകളെ മാത്രമേ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൂ. ബി എന്ന് പറയുന്ന ഫിഗറിൽ ആ പൈ ബോണ്ടും കൂടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഫിഗറിൽ സിഗ്മ ബോണ്ട് മാത്രം കാണിച്ചു, ബിയിൽ പൈ ബോണ്ട് മാത്രം കാണിച്ചു. ദെൻ സി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സിഗ്മയും പൈയും എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ താഴെ കൊടുത്തിരിക്കുന്നത് ഒരു 3 ഡയമെൻഷണൽ ഫിഗർ, മറ്റേത് തന്നെയാട്ടോ, വ്യത്യാസമൊന്നുമില്ല, സിഗ്മയും പൈയും തന്നെ കാണിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളുക. ഏതെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ. നമ്മൾ ഇനി അടുത്ത ഹൈബ്രിഡൈസേഷനിലോട്ട് പോകുവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയിട്ട് വേഗം ചോദിക്കാം. യെസ്, ആർക്കും ഡൗട്ട് ഇല്ല? അങ്ങനെയാണെങ്കിൽ ഞാനൊരു മോളിക്യൂൾ തരാം. അടുത്ത ഹൈബ്രിഡൈസേഷനാണ് നമ്മൾ ചെയ്യുന്നത്. യെസ്, നോക്കൂ, കോമ്പൗണ്ടിന്റെ പേര് ഈതൈൻ. യെസ്, ഈതൈൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ഉണ്ട് അനീസ? എത്ര കാർബൺ? 2 കാർബൺ. 2 കാർബൺ. ബിറ്റ്വീൻ ദി കാർബൺ എന്ത് ബോണ്ട് ആയിരിക്കും അവിടെയുള്ള മുസ്തഫ? ഈതൈൻ. ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ ദി കാർബൺ, അവിടെ ട്രിപ്പിൾ ബോണ്ട്. യെസ്, സി ട്രിപ്പിൾ ബോണ്ട് സി. റിമൈനിങ് 4th വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ കൊടുത്തു. യെസ്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞ അലീന? ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും അലീന സമദ്? ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? ട്രിപ്പിൾ ബോണ്ട് sp ഹൈബ്രിഡൈസേഷൻ. യെസ്,
ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ sp ഹൈബ്രിഡൈസേഷൻ. യെസ്. അദീന, sp ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാ ഫോം ചെയ്യുന്നത് മോളെ? അദീന, എത്ര എസ് എത്ര പി എങ്ങനെയായിരിക്കും അത് ബോണ്ടിന്റെ ഫോർമേഷൻ? എന്ന് പറയുമ്പോൾ ഒരു എസും ഒരു പിയും ഒരു എസും ഒരു പിയും കൂടെ ചേർന്ന് എത്ര sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകും? അദീന, ഒരു എസും ഒരു പിയും കൂടെ ചേർന്ന് എത്ര എണ്ണം ഉണ്ടാകും? 3 ആണോ? ആലോചിച്ച് നോക്കൂ, വെറുതെ പറയല്ലേ. ഒരു എസും ഒരു പിയും. അപ്പൊ 2 എണ്ണല്ലേ? അപ്പൊ 2 എണ്ണം. അങ്ങനെ 2 എണ്ണം എന്നതാ ഉണ്ടാവണേ? ഒരു എസും ഒരു പിയും കൂടെ ചേർന്ന് 2 sp ഓർബിറ്റൽസ്. 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ. യെസ്. 1 s ഓർബിറ്റൽ 1 p ഓർബിറ്റൽ ഹൈബ്രിഡൈസ് ടുഗദർ ടു ഫോം 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകും. ആ 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്ന ബോണ്ട് എന്തായിരിക്കും നസ്രിൻ? സിഗ്മ ബോണ്ട് ആണോ പൈ ബോണ്ട് ആണോ? ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്ന ബോണ്ട് സിഗ്മ ബോണ്ട് ആണോ പൈ ബോണ്ട് ആണോ നസ്രിൻ? സിഗ്മ ബോണ്ട്. യെസ്. ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്ന ബോണ്ട് സിഗ്മ ബോണ്ടുകളാണ്. ഇവിടെ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തിരിക്കുന്നത് ഇഷാര? ഒരു എസ് ഒരു പിയും കൂടെ ചേർന്ന് എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായിരിക്കുന്നത് ഇഷാര? 2. അപ്പൊ എത്ര സിഗ്മ ബോണ്ട് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യാ? പറഞ്ഞു. ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്, നമുക്കറിയാം. അപ്പൊ എത്ര സിഗ്മ ബോണ്ട് ഇവിടെ ഫോം ചെയ്യും? ഒരെണ്ണല്ലേ ടീച്ചർ? എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട് ഇവിടെ? 2 എണ്ണം. അപ്പൊ എത്ര സിഗ്മ ബോണ്ട് ഫോം ചെയ്യും? 2 എണ്ണം. 2 എണ്ണം. ഹൈബ്രിഡ് ഓർബിറ്റൽസ് എത്രയുണ്ടോ അത്രയും സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. 2 സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. യെസ്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അവിടെ എത്ര പൈ ബോണ്ട് ഉണ്ടാവില്ല? ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എത്ര പൈ ബോണ്ട് ഉണ്ട് അവിടെ? പറയൂ, ശരിയാ പറഞ്ഞോ? കേട്ടില്ല മോളെ? യെസ്, 2 പൈ ബോണ്ട് ഉണ്ട്. തമന്ന, ഈ 2 പൈ ബോണ്ടുകൾ ഫോം ചെയ്യുന്നവരാരാ? ഒന്നും കൂടി പറയാം. ഹൈബ്രിഡ് ഓർബിറ്റൽസ് അവിടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു, 2 സിഗ്മ ബോണ്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. യെസ്. ആര്യ പറഞ്ഞു അവിടെ 2 പൈ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പൈ ബോണ്ടുകൾ ആരാണ് ഫോം ചെയ്യിക്കുന്നത്? എങ്ങനെ പൈ ബോണ്ട് ഫോം ചെയ്യും? സിഗ്മ ബോണ്ട് ഒരെണ്ണം ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പൈ ബോണ്ട്. എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് ബോണ്ട് എന്തായാലും സിഗ്മ ബോണ്ട് ആണ്, റിമൈനിങ് ബോണ്ടുകൾ എല്ലാം പൈ ആണ്. അതും കറക്റ്റ് ആണ്. സിഗ്മ ബോണ്ടുകൾ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു. അപ്പം ഈ പൈ ബോണ്ടുകൾ ഫോം ചെയ്യുന്നത് ആരാണ്? തൊട്ടുമുമ്പ് നമ്മൾ പഠിച്ചതല്ലേ? ഇർഷാൻ, അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന ഓർബിറ്റലുകൾ. ഇവിടെ നമ്മൾ sp ഹൈബ്രിഡൈസേഷന് വേണ്ടിയിട്ട് ഒരു s ഓർബിറ്റലും ഒരു p ഓർബിറ്റലും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി 2 p ഓർബിറ്റൽസ് അവിടെ ഉണ്ട്. ആ 2 p ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷന് വേണ്ടി പങ്കെടുത്തിട്ടില്ല. അവരാണ് ഏത് ബോണ്ട് ഫോം ചെയ്യുന്നത്? പൈ ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ തന്നെ നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. യെസ്. അപ്പൊ അതെന്താണെന്നുള്ളത് നോക്കാം. ടീച്ചറപ്പൊ ഒന്നും കൂടെ പറയാം. CH ട്രിപ്പിൾ ബോണ്ട് CH, ഈ തൈൻ മോളിക്യൂളിന്റെ കേസിൽ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ഹൈബ്രിഡൈസേഷൻ sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഒരു എസും ഒരു പിയും കൂടെ ഹൈബ്രിഡൈസ് ചെയ്ത് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകും. അപ്പം 2 സിഗ്മ ബോണ്ട് കാർബൺ ഫോം ചെയ്യിക്കുന്നുണ്ട്. കാർബൺ 2 സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്യിക്കും. ഓക്കെ. ഇനി 2 അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലുകൾ ഉണ്ട്. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? 2 പൈ ബോണ്ടുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. ഇനി ഈ സിഗ്മ ബോണ്ട് എവിടെയാണ് ഫോം ചെയ്യുന്നത്? അനിറ്റ, സിഗ്മ ബോണ്ട് ആരൊക്കെ തമ്മിലാണ് ഫോം ചെയ്യുന്നത്? 2 സിഗ്മ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 സിഗ്മ ബോണ്ട് ആരൊക്കെ തമ്മിലാണ്?
കാർബണും ഹൈഡ്രജനും പിന്നെ കാർബണുമായിട്ട് കാർബണും മറ്റേ കാർബണിനോട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്ന ഹൈഡ്രജനുമായിട്ട് ഒരു സിഗ്മ ബോണ്ട്. പിന്നെ കാർബൺ എന്ത് ഫോം ചെയ്യും? സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. പിന്നെ അവിടെ എന്തുണ്ട്? കാർബണും തമ്മിൽ 2 പൈ ബോണ്ടുകളും ഉണ്ട്. യെസ്. അപ്പൊ അതിന്റെ ഫിഗർ നോക്കിക്കോ, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കാം. സി ട്രിപ്പിൾ ബോണ്ട് സി, ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇവിടെ ഒരു എച്ച്. യെസ്. അപ്പൊ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഇത് സിഗ്മ, ഇത് സിഗ്മ, ഇവിടെ ഒരു സിഗ്മയും ഉണ്ട്, ഇവിടെ 2 പൈ ബോണ്ടും ഉണ്ട്. കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ, ഈ കാർബണും sp ആണ്, ഈ കാർബണും എന്ത് തന്നെയാണ്? sp ആണ്. സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ ഇത്രയേ ഉള്ളൂ. സി ട്രിപ്പിൾ ബോണ്ട് സി, 2 sp സിഗ്മ ബോണ്ട് ഉണ്ട്, sps സിഗ്മ ബോണ്ട് ഉണ്ട്, പിന്നെ പൈ ബോണ്ടുകളും ഉണ്ട്. അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽസ് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? പൈ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ വേഗം നോട്ട് ചെയ്തോളൂ. മനസ്സിലായി എന്നുള്ളവരൊന്ന് കൈവക്കിക്ക്. മനസ്സിലായി എന്നുള്ളവര്. അഫ്സറിന് മനസ്സിലായിട്ടില്ല? അഫ്സർ മനസ്സിലായി. അഫ്ല, അമീഷ, യെസ്. 1 s ഓർബിറ്റൽ, ഇവിടെ കാർബൺ ആയതുകൊണ്ട് കാർബണിന്റെ 2s ഓർബിറ്റൽ, ആൻഡ് 1 p ഓർബിറ്റൽ 2pz hybridize to form 2sp hybrid orbitals. Okay. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് കൂടെ എഴുതുന്നില്ല, നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാ മതി. നോക്കിക്കോളൂ, വരച്ച് കാണിക്കാം, എന്നിട്ടൊന്ന് മനസ്സിലാവും. സോറി. ആ ബോണ്ട് വരയ്ക്കണ്ട കേട്ടോ ഇപ്പം, അത് പോണില്ലല്ലോ. യെസ്. ഇത് കാർബണിന് ചുറ്റും എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞ മക്കളെ? ഒരു 2s, എന്താണത്, ഒരു 2s ഓർബിറ്റലും ഒരു 2p ഓർബിറ്റലും കൂടെ ചേർന്നിട്ട് 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകും. യെസ്. അപ്പൊ 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് കേട്ടോ ഇനി വരയ്ക്കുന്നത്. ഇത് കാർബൺ, ഇത് കാർബണിന്റെ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇത് രണ്ടാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇത് മറ്റേ കാർബൺ, രണ്ടാമത്തെ കാർബൺ. ഇത് ആ കാർബണിന്റെ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ, രണ്ടാമത്തെ sp ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇവിടെ ആരുണ്ട്? ഹൈഡ്രജൻ. ഇത് ഹൈഡ്രജന്റെ s ഓർബിറ്റൽ, ഇവിടെ ഹൈഡ്രജന്റെ s ഓർബിറ്റൽ. ഈ കാർബൺ sp ഹൈബ്രിഡൈസേഷൻ, ഇത് sp. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ sp സിഗ്മ ബോണ്ട്. ഇത് ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ, ഇത് 1s ഓർബിറ്റൽ. അപ്പൊ ഇവിടെ sp-യും s-ഉം തമ്മിൽ സിഗ്മ ബോണ്ട്. യെസ്. അപ്പൊ ഒരു കാർബണും
അതിന്റെ 2 sp ഹൈബ്രിഡ് ഓർബിറ്റൽ കഴിഞ്ഞു. ഒരു കാർബൺ തന്നെ നിങ്ങൾ നോക്കുക, ഒരു sp, ഇത് മറ്റേ sp. ഓക്കെ, 2 sp ഉണ്ട്, രണ്ടുപേരും സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. ഒന്ന് കാർബണിനോടാണ്, ഒന്ന് ഹൈഡ്രജനോടാണ്. ഇനി ഇതിന്റെ അകത്ത് എന്താ ഉള്ളത്? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന 2 p ഓർബിറ്റലുകൾ ഇവിടെ ഉണ്ട്. യെസ്, അപ്പൊ ഞാൻ p ഓർബിറ്റലുകൾ ഇനി വരയ്ക്കാം. യെസ്, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് പിയുടെ ലോബുകളാണ് കേട്ടോ മക്കളെ വരച്ച് വെച്ചിരിക്കുന്നത്. എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയത് കേട്ടോ. യെസ്, ഇവര് തമ്മില് ഒരു പൈബുണ്ട്. അതിന്റെ ബാക്കിയായിട്ട് ഇവിടെ താഴെ കിടപ്പുണ്ടേ, മാറിപ്പോരുത്. ഇതും ഇതിന്റെ ബാക്കി, ഇതിന്റെ ബാക്കി ഇപ്പുറത്താ കിടക്കുന്നത്. അത് രണ്ടും കൂടെ അങ്ങോട്ടും കൂടെ തെറ്റിപ്പോരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ നോക്കിയാൽ മതി, ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ. ഇതൊരു 5/2, എന്തായാലും എല്ലാം 5/2 തന്നെയാണ്. 4 5/2 ചേർന്ന് കഴിയുമ്പോഴത്തേക്കും 2 5 ഉണ്ടാവും. വേണമെങ്കിൽ സെപ്പറേറ്റ് ഇവിടെ ടീച്ചർ വരച്ചാൽ തരാം. ഇതൊരു പയ്യ, ഇതൊരു പി ഓർബിറ്റല്, ഇത് കാർബൺ, ഇത് കാർബൺ, ഇത് കാർബണിന്റെ ഇത് ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കാം. ഇതൊരു ബോണ്ട്, ഇതൊരു ബോണ്ട്. ഇനി രണ്ടാമത്തേത് ഇങ്ങോട്ട് ഇച്ചിരി ചെറുതാക്കിയിട്ട് വരച്ചേ. കണ്ടോ, ഇവര് തമ്മിലൊരു ബോണ്ട്, ഇവര് തമ്മിലൊരു ബോണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ പേജ് നമ്പർ 124-ൽ sp ഹൈബ്രിഡൈസേഷൻ അവിടെ ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 2 ഹൈബ്രിഡ് ഓർബിറ്റലുകളാണുള്ളത് ഒരു കാർബണിന്. ഹൈബ്രിഡ് ഓർബിറ്റലുകൾ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഒരു സിഗ്മ ബോണ്ട് മറ്റേ കാർബണുമായിട്ട്, ഒരു സിഗ്മ ബോണ്ട് ഹൈഡ്രജനുമായിട്ട്, 2 കാർബണും അതുപോലെ തന്നെ. ദെൻ അൺഹൈബ്രിഡൈസ്ഡ്, ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ നിൽക്കുന്ന അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലുകളാണ് അവിടെ ഏത് ബോണ്ട് ഫോം ചെയ്യുന്നത്? പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇനി sp ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. ദെൻ cc ട്രിപ്പിൾ ബോണ്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 120 പൈക്കോമീറ്റർ. അപ്പൊ ബോണ്ട് ലെങ്ത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എന്തായാലും സിംഗിൾ ബോണ്ട്. അപ്പൊ cc സിംഗിൾ ബോണ്ട് ഗ്രേറ്റർ ദാൻ cc ഡബിൾ ബോണ്ട് ഗ്രേറ്റർ ദാൻ cc ട്രിപ്പിൾ ബോണ്ട്. ഇത് 154 പൈക്കോമീറ്റർ, ഇത് 134 പൈക്കോമീറ്റർ, ഇത് 120 ടീച്ചർ ഫിഗർ ഒന്നുകൂടെ കാണിക്കാമോ? ഏത് ഫിഗറാ മോനെ കാണാൻ പറ്റുള്ളത്? ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? ഇതല്ലേ, കിട്ടിയോ? ഓക്കെ ടീച്ചർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം കേട്ടോ. ഈ 3 ഹൈബ്രിഡൈസേഷനും അത്രയും ഇമ്പോർട്ടന്റ് ആണ്. sp, sp2 ആൻഡ് sp3. എക്സാമ്പിളുകൾ ഇത് വെച്ച് പഠിച്ചാൽ മതി. sp ആണെങ്കിൽ ഈഥെയിൻ, sp2 ആണെങ്കിൽ ഈഥീൻ, sp ആണെങ്കിൽ ഈഥൈൻ മോളിക്യൂള്. യെസ്, നസ്ര ഒന്ന് വായിച്ച മോളെ. നസ്ര പേജ് നമ്പർ 124. sp ഹൈബ്രിഡൈസേഷനിൽ C2H2. നസ്ര ടീച്ചർ
Yes. In the formation of ethane molecule, both the carbon atoms undergo sp hybridization having two unhybridized orbital. Therefore, 2pi y and 2px. One sp hybrid orbital of one carbon atom overlap axially with sp hybrid orbital of the other carbon atom to form cc sigma bond, while the other hybridized orbital of each carbon atom overlap axially with the half-filled s orbital of hydrogen atom, forming sigma bond. Each of the two unhybridized p orbital of both the carbon atom overlap sidewise to form 2pi bond between the carbon atoms. So the triple bond between two carbon atoms is made up of 1 sigma and 2pi bond. Yes. Okay. Then exercise. Exercise 4.1, 4.2, 5, 6 ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്. 4.7 നമ്മൾ ചെയ്തതാണ് അല്ലേ? Then 4.8 അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. 4.8 all the geometries of the NH3. എക്സസൈസ് എടുത്ത മക്കളെ വേഗം. എക്സസൈസ് 4.8 all the geometries of NH3 H2 molecules are distorted tetrahedral bond angle in water is less than that of ammonia. എന്തുകൊണ്ടാണ് അമോണിയയുടെയും വാട്ടറിന്റെയും ഹൈബ്രിഡൈസേഷൻ sp3 ആണെങ്കിലും ബോണ്ട് ആംഗിൾ എന്തുകൊണ്ട് കുറഞ്ഞു പോയി? റിപ്പൽഷൻ ഉള്ളത് കൊണ്ട് എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചത് തന്നെ. 4.9 ബോണ്ട് ലെങ്ത്തും ബോണ്ട് ഓർഡറും തമ്മിലുള്ള പറഞ്ഞതാണ്. ബോണ്ട് ലെങ്ത് 4.1 ചെയ്തു. യെസ്. ദെൻ അടുത്തത് 4.16, 17, 18 അതെല്ലാം നമ്മൾ ചെയ്തതാണ്. 4.22, 4.23 യെസ്. 4.24 എടുത്തേ. 4.24 yes. What is meant by hybridization of atomic orbitals? Describe the shape of sp, sp2 and sp3 hybrid orbital. കണ്ടോ അവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ എക്സസൈസില്? എന്താണ് ഹൈബ്രിഡൈസേഷൻ? sp, sp2 and sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ ഷേപ്പ് എന്താണ്? കണ്ടോ? ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അപ്പൊ ചോദിക്കാം. അപ്പൊ ഈ 3 ഹൈബ്രിഡൈസേഷനും പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. യെസ്. മരിയ എന്ന് പറഞ്ഞ മോളെ. sp ആണെങ്കിൽ വേഗം പറഞ്ഞു എന്തായിരിക്കും ഷേപ്പ്? sp ലീനിയർ. ബോണ്ട് ആംഗിളോ? 180. യെസ്. ബോണ്ട് ആംഗിൾ 180. sp ആണെങ്കിൽ ലീനിയർ ആണ്, 180 ആണ്. യെസ്. സാലിഹ് പറഞ്ഞ മോനെ sp2 ആണെങ്കിൽ എന്തായിരിക്കും ഷേപ്പ്? sp2 മൂന്നെണ്ണം ഓർത്താ മതി അപ്പൊ കിട്ടും. sp2 ട്രയഗണൽ. അപ്പൊ ബോണ്ട് ആംഗിൾ എത്ര വരുന്നത്? ട്രയാംഗിൾ ആണെങ്കിൽ ബോണ്ട് ആംഗിൾ എത്ര വരും? 120. 120. കണ്ടോ? ദെൻ അൽവാൻ പറഞ്ഞ് sp3 ആണെങ്കിൽ എന്തായിരിക്കും ഷേപ്പ് വരുന്നത്? sp3 ടെട്രാഹെഡ്രൽ. അപ്പൊ ബോണ്ട് ആംഗിൾ എത്ര വരും? ടെട്രാഹെഡ്രലിന്റെ ബോണ്ട് ആംഗിൾ 109.5. അപ്പൊ ഈ മൂന്നിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് പറയാം. സിംഗിൾ ബോണ്ട് വെച്ചിട്ട് നമുക്ക് sp3 പറയാം, ഡബിൾ ബോണ്ട് വെച്ചിട്ട് sp2 പറയാം, ട്രിപ്പിൾ ബോണ്ട് വെച്ചിട്ട് നമുക്ക് sp ഹൈബ്രിഡൈസേഷനും പറയാൻ പറ്റും. യെസ്. ഓക്കെ. ദെൻ അവിടെ 4.26 എടുത്തേ മക്കളെ. 4.26 ഒന്ന് ചിന്തിച്ചാൽ ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. ടീച്ചർ ക്വസ്റ്റ്യൻ വായിക്കാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. 4.26 ഈസ് ദെയർ എനി ചേഞ്ച് ഇൻ ഹൈബ്രിഡൈസേഷൻ ഓഫ് boron and nitrogen atoms as a result of the reaction? അവിടെയാ കൊടുത്തിരിക്കുന്ന റിയാക്ഷൻ എന്ന് വായിച്ചേ ഫർസീൻ. BF3 plus NH3 gives F3B NH3. എന്നിട്ട് അവിടെ ഒരു ആരോ മാർക്ക് അല്ലേ ഇട്ടിരിക്കുന്നേ? അതൊരു ബോണ്ട് തന്നെയാണ് കേട്ടോ മക്കളെ. ആരോ മാർക്ക് ഇട്ടാൽ ആ ബോണ്ടിനെ നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് എന്നാണ് പറയുന്നത്. കോർഡിനേറ്റ് ബോണ്ട്. കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാ? ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിട്ടാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇങ്ങനെ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടുപേര് തമ്മിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പം ഇതൊരാറ്റം എന്ന് വിചാരിക്കുക. രണ്ടുപേരുടെയും ഇലക്ട്രോണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് നോർമലി ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അതേസമയം രണ്ടുപേര് ഷെയർ ചെയ്യുന്നില്ല, ഒരാള് ചുമ്മാ നിൽക്കും.
മറ്റേ ആൾ തന്നെ ബോണ്ട് ഫോം ചെയ്യാനുള്ള മുഴുവൻ ഇലക്ട്രോണുകളെയും ഒരാൾ തന്നെ കൊടുത്താൽ ആ ബോണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയും. ഒരാൾ വെറുതെ നിൽക്കും, എന്നിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണുകളെ മുഴുവൻ ഒരാൾ തന്നെ കൊടുത്താൽ അതിനെ നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് എന്നാ പറയുന്നത്. ഈ കോർഡിനേറ്റ് ബോണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ആരോ മാർക്ക് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയോ, BF3യും NH3യും തമ്മിലുള്ള ബോണ്ടാണ്. അവിടെ ഹൈബ്രിഡൈസേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോന്ന് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറഞ്ഞേ, BF3യിൽ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താ? BF3 എന്ന് പറയുമ്പോൾ അവിടുത്തെ സെൻട്രൽ ആറ്റം ഏതാ? ഫിദ. BF3 എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റം ഏതാ? ബോറോൺ. ബോറോണിന് ചുറ്റും എത്ര ഫ്ലൂറിനുണ്ട് അലീഫ? 2. BF3 എക്സസൈസിൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. അപ്പൊ BF3 എന്ന് പറയുമ്പോൾ ബോറോണിന് ചുറ്റും എത്ര ഫ്ലൂറിൻ? 3 ഫ്ലൂറിൻ. 3 ഫ്ലൂറിനാണെങ്കിൽ 3 ബോണ്ട്. 3 ബോണ്ട് വന്നാൽ ഹൈബ്രിഡൈസേഷൻ പറയാവുന്നവരത് കൈവക്കിക്ക്. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 3 ബോണ്ട് വന്നാൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? ആലോചിച്ച് പറയും. 3 ബോണ്ട്, 3 എണ്ണമുള്ള ഹൈബ്രിഡൈസേഷൻ. 3 എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു എസും 2 ബിയും കൂടെ ചേർന്നാൽ 3 എണ്ണം കിട്ടും. യെസ്, ഹരിഗോവിന്ദ് പറഞ്ഞു. ഏതായിരിക്കും ഹൈബ്രിഡൈസേഷൻ? യെസ്, sp2. അത് നമുക്കറിയാം. 3 ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ sp2. അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഒന്നും ഇല്ല എന്നും വിചാരിക്കണം. ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്തതായിട്ടുള്ള ഇലക്ട്രോണുകൾ ഒന്നും ഇല്ല. എല്ലാ ഇലക്ട്രോണുകളെയും ബോണ്ടിങ്ങിൽ ഉപയോഗിച്ചു. അങ്ങനെയാണ് ആ 3 ബോണ്ട് ഫോം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ sp2. യെസ്, നിമ പറഞ്ഞേ, NH3യുടെ ഹൈബ്രിഡൈസേഷൻ എന്തായിരുന്നു നിമ? NH3യുടെ ഹൈബ്രിഡൈസേഷൻ എന്താ നിമ? ഞാൻ പറഞ്ഞു sp2 ആണോ? sp2 ആണോ? NH3 ആലോചിച്ച് നോക്കിയിട്ട് പറയൂ. നൈട്രജന് ചുറ്റും 3 ഹൈഡ്രജൻ. അപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നും അത് sp2 ആ, 3 ബോണ്ടല്ലേ ഉള്ളൂ. പക്ഷെ നൈട്രജനിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും കൂടി ഇല്ലേ? അതിനെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ എടുക്കൂലേ? അപ്പൊ എന്താവും? sp3 ആണോ? sp3 നമ്മൾ ഓൾറെഡി പഠിച്ചതും അല്ലേ. അപ്പൊ BF3 sp2 ആണ്, NH3 sp3 ആണ്. അപ്പൊ ഈ BF3യും NH3യും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? ഇപ്പൊ ബോറോണിന് ചുറ്റും എത്ര ബോണ്ട് ഉണ്ട്? ആലോചിച്ച് നോക്കിട്ട് പറയാം. 3 ഫ്ലൂറിനോട് ഓൾറെഡി ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നൈട്രജനുമായിട്ടും ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ മൊത്തം എത്ര ബോണ്ടായി? എന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ? അറിയാം എന്നുള്ളവര് കൈവക്കുക. അറിയാമെന്നുള്ളവര്. BF3യിൽ ബോറോണിന് ചുറ്റും 3 ബോണ്ട് ആയിരുന്നു. അപ്പൊ ഹൈബ്രിഡൈസേഷൻ sp2. NH3ക്ക് ഓൾറെഡി sp3 ആണ്, കുഴപ്പമൊന്നുമില്ല. ദെൻ BF3 അമോണിയയുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ബോറോൺ ഒരു ബോണ്ടും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ബോറോണിന് ചുറ്റും 4 ബോണ്ട് വരും. അങ്ങനെയാണെങ്കിൽ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp2 തന്നെയാണോ? യെസ്, നസ്രിൻ. sp3. യെസ്, sp3. ബോണ്ടിന്റെ നമ്പർ മാറുന്നതിനനുസരിച്ച് ഹൈബ്രിഡൈസേഷന്റെ നമ്പറും ചേഞ്ച് ചെയ്യും. ഹൈബ്രിഡൈസേഷനും ചേഞ്ച് ചെയ്യും. മക്കളെ ഇങ്ങോട്ട് നോക്കിക്കേ. BF3 എന്ന് പറഞ്ഞാൽ ഇത് BF3. ഓക്കെ, ബോറോണിന്റെ ആറ്റോമിക് നമ്പർ 5. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1. 3 ബോണ്ട് ഇലക്ട്രോൺ ആണ് ബോറോണിന് ചുറ്റുമുള്ളത്. അപ്പൊ ബോറോൺ അതിന്റെ 3 ഇലക്ട്രോണിനെ ഉപയോഗിച്ച് ഏത് ബോണ്ട് ഫോം ചെയ്തു? BF3യുമായിട്ട് ചേർന്ന് 3 കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ ഹൈബ്രിഡൈസേഷൻ sp2. ആകെപ്പാടെ 3 എണ്ണം ഉള്ളൂ, അതുകൊണ്ട് അത് sp2. ദെൻ NH3യുടെ സംബന്ധിച്ചിടത്തോളം നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7. അപ്പൊ 1s2 2s2 2p3. കണ്ട, ഓൾമോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷെ നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് 3 എണ്ണം മതി. പക്ഷെ ഇവിടെ ഒരു സെറ്റ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും കൂടെ ഉള്ളത് കൊണ്ട് 3 പ്ലസ് 1 സെറ്റ്, അപ്പൊ 4 എണ്ണം വരും. അപ്പൊ ഹൈബ്രിഡൈസേഷൻ sp3 വന്നു. ഇനി ഈ BF3യും NH3യും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് അവിടെ BF3 NH3 ബോണ്ട് വന്നത്. ഈ ബോണ്ട് ഫോം ചെയ്യാനുള്ള ഇലക്ട്രോൺ, ബോറോണിന് ഇനി ഇലക്ട്രോൺ ഒന്നുമില്ല ബോണ്ട് ഫോം ചെയ്യാൻ. പക്ഷെ നൈട്രജനിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോൺ മതി ഒരു ബോണ്ട് ഫോം ചെയ്യാൻ. അപ്പൊ ഇവിടെ നൈട്രജൻ തന്നെയാണ് അതിന്റെ ഇലക്ട്രോൺ ഉപയോഗിക്കുന്നത് ആ ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നൈട്രജനിൽ നിന്നും ബോറോണിലോട്ട് ഒരു ആരോ മാർക്ക് നമ്മൾ ഇട്ടിരിക്കുന്നത്. ആ ബോണ്ടിന് നമ്മൾ പറയുന്ന പേര് കോർഡിനേറ്റ് ബോണ്ട് എന്നാട്ടോ. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട.
എന്നാലും ഓർത്ത് വെക്കുക, ഇവിടെ ഒരു എക്സസൈസ് ഉള്ളത് കൊണ്ട് പറയുന്നു. യെസ്, BF3-ൽ ബോറോണ്ട് ശരിക്കും sp2, NH3-ൽ sp3. ഇങ്ങനെ ഒരു ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ ബോറോണിന് ചുറ്റും നോക്കിക്കുക മക്കളെ, 3 ഓൾറെഡി ഉണ്ടായിരുന്നു. 4ാമത് ഒരു ബോണ്ട് നൈട്രജനോട് ബോണ്ട് ഫോം ചെയ്താൽ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷനും എന്തായിട്ട് മാറും? sp3 ആയിട്ട് മാറും. എത്ര ബോണ്ട് ഉണ്ടോ അതിനനുസരിച്ച് ഹൈബ്രിഡൈസേഷൻ ചേഞ്ച് ചെയ്യും. മനസ്സിലായോ? ക്ലിയർ ആണോ? മനസ്സിലായി എന്നുള്ളതൊന്ന് കൈവക്കിക്കേ. ബോറോൺ BF3-ൽ ഓൾറെഡി ബോറോണിന്റെ sp2 ആയിരുന്നു. പക്ഷെ അത് NH3 ആയിട്ട് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒരു ബോണ്ടും കൂടി ഉണ്ടാകും. അപ്പൊ sp2 എന്നുള്ളത് എന്തായിട്ട് മാറും? sp3 ആയിട്ട് ചേഞ്ച് ചെയ്യും. യെസ്, അപ്പൊ 4.26-ന്റെ ആൻസർ നോട്ട് ചെയ്തോട്ടോ. എക്സസൈസ് 4.26-ന്റെ ആൻസർ. ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി മക്കളെ. വേണമെങ്കിൽ ഈ ഫിഗർ ഒക്കെ വരച്ചെടുത്തോട്ടോ മനസ്സിലാവാൻ വേണ്ടിട്ട്. ഒരു ഒറ്റ സെന്റൻസേ ഉള്ളൂ. ബോറോൺ ചേഞ്ചസ് ഹൈബ്രിഡൈസേഷൻ. ഈ ഫിഗർ വരച്ചിട്ട് നമ്മൾ എഴുതിക്കോ. ഹൈബ്രിഡൈസേഷൻ ഫ്രം sp2 to sp3. In nitrogen there is no change in hybridization. There is no change in hybridization. Yes. Exercise 4.27 already നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. 4.27, 4.28 also. ഇനി എക്സസൈസ് 4.27 എടുത്ത് ഞാൻ ഒന്ന് വായിക്കാം. Draw diagrams showing the formation of a double bond and a triple bond between carbon atoms in C2H4 and C2H2. നമ്മളിപ്പോ ചെയ്തത് തന്നെ ഈഥീന്റെ ഈഥൈന്റെ. യെസ്. Then question number 4.28. What is the total number of sigma bond and pi bond in the following molecule? അത് വേഗം ഒന്ന് ചെയ്തേ. C2H2-ലും C2H4-ലും ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ടും പൈ ബോണ്ടും എത്രയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. C2H4-ന്റെ അറിയാം, C2H2-വിന്റെ അറിയാം. യെസ്, ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ടും പൈ ബോണ്ടും കണ്ടുപിടിക്കുക. വേഗം ചെയ്തോളൂ. C2H2 എന്ന് പറയുമ്പോൾ C ട്രിപ്പിൾ ബോണ്ട് C H എത്ര സിഗ്മ ബോണ്ട്, എത്ര പൈ ബോണ്ട്? ഇതൊരു സിഗ്മ, ഇതും ഒരു സിഗ്മ. ഇവിടെ ഒരു കുഞ്ഞ് സിഗ്മ ഉണ്ട്, ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു പൈ ഉണ്ട്. ടോട്ടൽ 3 സിഗ്മ ആൻഡ് 2 പൈ ബോണ്ട്സ്. C2H4, അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2, C ഡബിൾ ബോണ്ട് CH, സിഗ്മ 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 5 സിഗ്മ 1 പൈ. കറക്റ്റ് ചെയ്തവരൊന്ന് നോക്കിക്കേ. കറക്റ്റ് ആയിട്ട് എഴുതിയവര്. യെസ്. Yes, that's all about hybridization. അപ്പൊ നമ്മള് VSCPR തിയറി പറഞ്ഞു, DB തിയറി പറഞ്ഞു, 2 തിയറികൾ പറഞ്ഞു. ആൻഡ് മൂവ് ഓൺ ടു ദി ലാസ്റ്റ് തിയറി, ദാറ്റ് ഈസ് മോളിക്യുലാർ ഓർബിറ്റൽ തിയറി. വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറിയാണ് മോളിക്യുലാർ ഓർബിറ്റൽ തിയറി. യെസ്. അപ്പൊ മോളിക്യുലാർ ഓർബിറ്റൽ തിയറിക്കകത്ത് നമ്മൾ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഓൾറെഡി അറിയാം, ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ്, ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ആറ്റത്തിന്റെ ഓർബിറ്റലിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകൾ എവിടെ പോയിട്ടിരിക്കും? മോളിക്യൂൾ ഫോം ചെയ്താൽ പിന്നെ അവർ എവിടെയായിരിക്കും നമ്മൾ കാണുന്നത്? ഈ മോളിക്യുലാർ ഓർബിറ്റലിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. എത്ര ആറ്റമിക് ഓർബിറ്റൽസ് ഉണ്ടാകുന്നുണ്ടോ അത്രയും തന്നെ മോളിക്യുലാർ ഓർബിറ്റൽസും അവിടെ ഉണ്ടായിരിക്കും.
ഓക്കെ, കമ്പയറബിൾ എനർജിയിലുള്ള ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കമ്പൈൻ ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത്രയും കാര്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇതിനോട് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ അതൊരു തിയറി ആയിട്ട് മാറും. അതിന് പറയുന്ന പേരാണ് മോളിക്യുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം 2 ആറ്റമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്താൽ 2 മോളിക്യുലാർ ഓർബിറ്റൽസ് ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു എസും ഒരു പിയും കൂടെ തമ്മിൽ കമ്പൈൻ ചെയ്താൽ 2 SP ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി 2 ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റംസ് എടുക്കുക. നമ്മളിപ്പോ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞത് ഒരാറ്റത്തിന്റെ തന്നെ എസും പിയും കൂടെ ചേർന്നിട്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാകും എന്ന് പറഞ്ഞു. മോളിക്യൂൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാ? 2 ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്, മോളിക്യുലാർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിൽ ഉള്ള ഒരു തിയറിയാണ്. അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. തിയറിയുടെ പേര് മോളിക്യുലാർ ഓർബിറ്റൽ തിയറി എന്നാണ് പറയുന്നത്. മോളിക്യുലാർ ഓർബിറ്റൽ തിയറി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്, നാളത്തെ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. Thank you, teacher. Thank you, teacher. Thank you, teacher.